ഹായ് ഓൾ. ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ്. ഏത് കോഴ്സ് എടുക്കണം, പിന്നെ സി എ നമുക്ക് പറ്റുമോ, അങ്ങനെ അല്ലെങ്കിൽ സി എം എ നമുക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലായിരിക്കും. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ്. അപ്പം പ്ലസ് ടു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമ്മളൊരു കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്കില്ല് കൂട്ടാനും നമുക്ക് ഒരു നല്ല ജോബിലേക്ക് എത്തിക്കാനുള്ള രീതിയിൽ ഉള്ള ഒരു കോഴ്സ് എടുക്കുക. അതായത് പ്രൊഫഷണൽ ഡിഗ്രി ഏതെങ്കിലും എടുക്കുക. അപ്പം നമ്മളൊരു 3-4 വർഷത്തിൽ നമ്മളെന്താവും, സെറ്റിലാവും. അപ്പോൾ അധികം ടൈം കളയാതെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യാം. ഇപ്പം അക്കാഡമിക് ഡിഗ്രിയോടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയണ ബി കോം, ബി എ അങ്ങനത്തെ ഒന്നും എടുത്തിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് 3 വർഷം വേസ്റ്റ് ആവും എന്നല്ലാതെ നോളജ് വൈസ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ അക്കാഡമിക് വൈസും ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഡിഗ്രീൻ്റെ ഒക്കെ ഒരു സിലബസും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു എന്താണ് ടീച്ചിങ് സ്റ്റൈലും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നോളജ് വൈസ്, പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് ഈ ഡിഗ്രി ഭയങ്കരമായിട്ട് പഠിക്കണം എന്ന് വെച്ചൊന്നും ആരും പോകുന്നതല്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുക, പെട്ടെന്ന് നമ്മളെ കരിയർ സെറ്റാക്കി എടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു ജോബ് അല്ല, ഒരു ബിസിനസ് ആണെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല കോഴ്സാണ് ഇത്, സി എ സി എം എ സി എസ് പോലത്തെ. കാരണം ഇവരുടെ ഡ്യൂട്ടി എന്താണ്, ഈ സി എ സി എം എ സി എസ് പിള്ളേരെ അല്ലെങ്കിൽ അത് പാസ്സായ ആൾക്കാർ ജോബ് എന്താണ്, ബിസിനസ്സിനുള്ള അഡ്വൈസ് കൊടുക്കുക. ഒരു ബിസിനസ് സ്മൂത്തായി, ഇപ്പോൾ ഞാൻ 5 വർഷമായിട്ട് ബിസിനസ് നടത്താണ്, എനിക്ക് പ്രോഫിറ്റ് ആയിട്ടില്ല ഇതുവരെ. എൻ്റെ ബിസിനസ് പ്രോഫിറ്റിലെത്തിക്കുകയാണ്. ഞാനൊരു സി എക്കാരനെ പോയി കാണുന്നു, അല്ലെങ്കിൽ സി എം എക്കാരനെ പോയി കാണുന്നു, അതിനുള്ള അഡ്വൈസ് വാങ്ങുന്നു, ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ്. അപ്പം ഒരു ബിസിനസ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉള്ളിടത്തോളം കാലം എന്തിനും സ്കോപ്പും ഉണ്ടാവും. ഇപ്പോൾ ഇന്നിപ്പോൾ 1000 ബിസിനസ് ആണെങ്കിൽ അടുത്ത കൊല്ലം അതായത് 1001 ആവും. ബിസിനസ് എന്തായാലും കൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഓപ്പർച്യൂണിറ്റി വൈഡായി പോകണം. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല പ്രൊഫഷണൽ കോഴ്സാണ്, നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന കോഴ്സാണ്. അപ്പോൾ നല്ല പേയ്മെൻറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റില്ല. ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ഡയറ്റ് എന്നല്ല, ഇതിനൊരു ഡിസിപ്ലിനോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പാസ്സാകാൻ പറ്റുന്ന ഒന്നുള്ളൂ. ഭയങ്കര ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ഭയങ്കര ബുദ്ധി വേണ്ട ഈ കോഴ്സൊന്നും പാസ്സാവാൻ. ഈ കോഴ്സ് പാസ്സാവാൻ നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട്. അതായത് നമ്മളൊരു സ്കില്ല് ഏൺ ചെയ്യാൻ അറിയില്ല. ഇപ്പം നിങ്ങൾ ഓട്ട മത്സരത്തിന് പോകാൻ, നിങ്ങൾ ആ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടണം. എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാഡ്മിൻ്റൺ കോമ്പറ്റീഷന് പോകാൻ, ആദ്യമായിട്ട് നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കുക, മെയിൻ കോമ്പറ്റീഷന് പോയി ബാഡ്മിൻ്റൺ കളിക്കുകയാണ്, എന്തായിരിക്കും അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അത് ആ ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഒരു എക്സാം നമുക്ക് എഴുതാണ്ട്, അതൊരു നല്ലൊരു മെയിൻ എക്സാമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സാം ഡേറ്റ് എത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെർഫോമോ പാസ്സാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, നമ്മളിങ്ങനെ റീലും കണ്ട് കുറേ മറ്റേ സമയം കളഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളെ പ്രശ്നം അതാണ്. നിങ്ങൾ നോക്കിയാൽ നമ്മൾ കുറേ നേരം നമ്മളിപ്പോൾ നൈറ്റ് മൊത്തം ഫോണിൽ കളിക്കും. നമ്മളെ ഭാവിയിലേക്ക് എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി? നമ്മളെ സ്കില്ല് കൂട്ടാനും ഭാവിയിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടാനും അല്ലെങ്കിൽ നമ്മളെ നല്ല ബിസിനസ് മാൻ ആവാനും നമ്മൾ എന്ത് അഡീഷണൽ സ്കില്ലാണ് ഡെയിലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കുറേ കോമഡിയും സിനിമയും കണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. നിങ്ങളിപ്പോൾ സി എ ചൂസ് ചെയ്യാലും നിങ്ങളായിരിക്കണം ഈ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ട്സ്. സി എ ആവാമെന്ന് മാത്രമല്ല, സി എ നിങ്ങൾ അതിലും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ചാറ്റ് ജി പി ടി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ അസിസ്റ്റ് ചെയ്യാനാണ്. അല്ലാതെ ഇതൊന്നും നമ്മളെന്ത് ചെയ്യില്ല, ഓവർകം ചെയ്യില്ല. അങ്ങനത്തെ പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ചാറ്റ് ജി പി ടി വരാണ്, എ ഐ വരാണ്, അതുകൊണ്ട് നമ്മളെ ജോബൊക്കെ പോകണം, അങ്ങനൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടൊന്നും നമ്മളെ ജോബൊന്നും പോകില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരല്ലേ. പിന്നെ ഇതിനൊക്കെ അസോസിയേഷൻ ഉണ്ട് മക്കളെ. ഇതിൻ്റെ നമ്മളിപ്പം ഡോക്ടേഴ്സിന് അസോസിയേഷൻ ഉണ്ട്, ഐ എം എ തീരുമാനിക്കും ഡോക്ടർമാർ കടന്ന ഒരാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ എം എ ആണ് തീരുമാനിക്കൽ ഒരു രോഗിനെ ആര് അറ്റൻഡ് ചെയ്യണം. റോബോട്ട് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതൊരു ഇനി അങ്ങനെ റോബോട്ടിനൊരു ഈ സ്കില്ല് അങ്ങനെ വന്നാൽ പോലും അത് പെർമിറ്റ് ചെയ്യില്ല, ഐ എം എ പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അസോസിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യനെ ഈ പ്രൊഫഷണൽസിനൊന്നും കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു റോബോട്ടിൻ്റെ അടുത്തൊരു ഡോക്ടർ നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ ഞാൻ നിങ്ങൾക്ക് തരാൻ, നിങ്ങൾക്കത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമോ? ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ അതിലൊരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റോടെ പറ്റുള്ളൂ, അയാളെ മേൽനോട്ടത്തിലേ പറ്റുള്ളൂ. ഇത് ചെയ്യുന്നത് എന്ത് ചെയ്യണം, എങ്ങാനും പാളിപ്പോയാലും സിസ്റ്റം ഫെയിലിയർ ആയാലും അതിനെ ഇടപെടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ പണ്ട് ഡോക്ടറിനെ കീറി ഇതൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്യേണ്ടി വരും. അത് റോബോട്ട് ചെയ്തോളൂ, നമ്മൾ നോക്കി നിന്നാൽ മതി. അപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഈ AI പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അതൊന്നും വെച്ച് ചില ആൾക്കാർ ഇതൊക്കെ ആലോചിച്ച് ഇപ്പം തന്നെ പഠിക്കാതിരിക്കും. ഇനിയിപ്പോൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, AI വരുന്നത് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കും. AI ഇനി അഡ്വാൻസ് ആവും, അതിലൊരു ഡൗട്ടും വേണ്ട. AI ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആവും. ഇപ്പോൾ കാണുന്നതിനേക്കാൾ നല്ല ഇതിൽ AI വരും. പക്ഷെ അതൊക്കെ നമ്മളെ ടൈം റിഡ്യൂസ് ചെയ്യാനാണ്. അത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കും, അപ്പോൾ CA അല്ലെങ്കിൽ CMA പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് എന്നെ കൊണ്ട് നടക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം. അതാണ് ഞാൻ ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൽ നിങ്ങൾ +1 +2 ഏത് സ്ട്രീം ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാം. ഈ പ്രൊഫഷണൽ കോഴ്സ് നമ്മളിപ്പോൾ ബേസ് മുതലേ സാധനങ്ങൾ പഠിപ്പിക്കും. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈച്ച് സബ്ജക്റ്റ് ബേസ് മുതൽ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് ഈ സബ്ജക്റ്റ് കേൾക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഏതാ സ്ട്രീം എന്നുള്ളത് ഇവിടെ ബാധിക്കുന്ന കാര്യമേ അല്ല, അല്ലേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്, എനിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അഡ്വാൻറ്റേജ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾ നേരത്തെ പഠിച്ച പല ചാപ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ അക്കൗണ്ട്സ്, എക്കണോമിക്സ് പോലത്തെ സബ്ജക്റ്റ് ഇല്ലേ. അപ്പോൾ സയൻസ് ആണെങ്കിൽ സാറേ എനിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? നിങ്ങൾ പഠിച്ച മാത്സ്, സ്റ്റാറ്റിക് ഇവിടെ ഉണ്ട്, റെഡി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സാറേ ഞാനിത് നേരത്തെ സയൻസ് അല്ല സാറേ, ഞാൻ നേരത്തെ കൊമേഴ്സ് അല്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ കൊമേഴ്സ് സയൻസ് ആയതുകൊണ്ട് ചില പേപ്പറിന് ചില അഡ്വാൻറ്റേജ് ഉണ്ടാവും, ആ ഒരു ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ +2 കൊമേഴ്സ് ആയിരുന്നു, പക്ഷേ കൊമേഴ്സ് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് +2 പാസ്സായതുള്ളൂ, ജസ്റ്റ് മിനിമം മാർക്കിന് പാസ്സായതുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം ഇത് ബേസ് മുതൽ നമ്മൾ പഠിപ്പിച്ചു തരും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാറേ ഞാൻ ജസ്റ്റ് പാസ്സായുള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ +1 +2 10th എല്ലാം ജസ്റ്റ് പാസ്സാണ്, മിനിമം മാർക്കിൽ പാസ്സായതാണ്. CA ക്വാളിഫൈഡ് ആണ്, CA ആണ്, ഇടല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഇതേ മാർക്കുള്ളൂ, അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമില്ല. നിൻ്റെ +2 മാർക്കോ നിൻ്റെ 10th മാർക്കോ ഇതൊന്നും ഇവിടെ ബാധിക്കുന്ന കാര്യം. ഇനി നീ പഠിക്കൂ, ഇനി നീ സീരിയസ് ആയിരിക്കൂ, നിനക്കിത് ധൈര്യമായിട്ട് എടുക്കുക. എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ പറഞ്ഞുതരും. നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഡെയിലി വർക്ക് തരും, അത് പോയി ചെയ്തിട്ട് വരാം. റെഡി, അത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോഴ്സ് എടുത്തു, നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും, റെഡി അല്ലേ. പഠിക്കാനുള്ളതൊക്കെ സാറ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ്. ഈ നമുക്ക് ഇതൊക്കെ ഭയങ്കര മാത്സ് ഇങ്ങനെ കുറേ കൂട്ടിക്കോഞ്ഞ് നമ്മളെ തല ഇങ്ങനെയൊക്കെ ചെതറി പോവില്ല. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും പ്രതീക്ഷ ആരും വരണ്ട, അതൊന്നും ഇല്ല ഇതിൽ, അല്ലേ. അങ്ങനെ പ്രതീക്ഷ നിൽക്കണം. അങ്ങനെ പ്രതീക്ഷ നിന്നാൽ നിങ്ങളിത് കോഴ്സ് അവസാനം വരെ നിൽക്കും, നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഇതിലുള്ള കാര്യങ്ങൾ കുറേ പ്രാക്ടിക്കലാണ്, കുറേ നമ്മൾ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരും, നിങ്ങൾക്ക് അത് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റും, റെഡി അല്ലേ. മാത്സ് നിങ്ങൾക്ക് ബിസിനസ് മാത്സ് ആണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ടുള്ള മാത്സ് ആണ്. അത് താല്പര്യത്തോടെ കേട്ടാൽ ഭയങ്കര ഈസി ആയിരിക്കും. അയ്യോ മാത്സോ, അങ്ങനെ കേട്ടാൽ പ്രശ്നമാണ്. മാത്സ് താല്പര്യത്തോടെ പഠിക്കണം. എനിക്ക് നിങ്ങൾ കാരണം ഞാനൊക്കെ +2 പഠിക്കണം, എനിക്ക് മാത്സ് പഠിച്ചിട്ടാണ് ഞാനൊക്കെ കൊമേഴ്സ് എടുത്ത്. പക്ഷേ നമ്മളൊരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടാൽ അത് വേറൊരു രീതിയാണ്, മനസ്സിലായില്ലേ. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഏതാ സബ്ജക്റ്റ് പ്രശ്നമില്ല, ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കുക, അത് വേറെ റിസൾട്ട് തരും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റിനുള്ള ഫാക്കൽറ്റീസ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. അവർക്കറിയാം പിള്ളേർക്ക് എന്തൊക്കെ തോട്ട് വരും, എന്തൊക്കെയാണ് ഇവരെ പ്രശ്നങ്ങൾ, എവിടെ വരെ സ്റ്റക്കാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്തുതരും. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി പഠിച്ചിട്ട് വരാം, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ. ഇനി നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പം അക്കൗണ്ടിങ് പേപ്പറാണ് ഞാൻ ട്രിപ്പിൾ എടുക്കുന്നത്. അക്കൗണ്ടിങ് പേപ്പർ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാൻ മക്കളെ, നിങ്ങൾ സയൻസ് ആണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ഈ സാധനങ്ങളൊക്കെ ഒരു കുട്ടി +1 കൊമേഴ്സിന് ചേർന്നാൽ എങ്ങനെയാണ്, ഇപ്പോൾ ഇവർ +1 കൊമേഴ്സ് ആയിരുന്നു എന്നാണല്ലോ നിങ്ങളെ സയൻസുകാരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരുടെ പ്രശ്നം. അപ്പോൾ ഒരു കുട്ടി +1 കൊമേഴ്സിൽ ചേർന്നാൽ എന്താണോ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവർ +1 +2 പഠിച്ചതൊക്കെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞുതരും, അത് ബേസ് മുതൽ വളരെ സ്ലോയിലാണ് പറഞ്ഞുതരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇനി
കൊമേഴ്സ് സ്റ്റുഡൻസിന് അക്കൗണ്ട്സിൻ്റെ പേപ്പറിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയേ, അക്കൗണ്ടിങ് പേപ്പറിൽ നമുക്കിതിൽ പഠിക്കാനുള്ളത് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക്, അതായത് അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറി. നിങ്ങൾ +1 പഠിച്ചില്ലേ? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. എന്താണ് ഇൻ ടേംസ് ഓഫ് മണി? ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട് തരും. ഇത് പിന്നെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, മറ്റേ മെറ്റീരിയാലിറ്റി, അക്രൂവൽ, അതേപോലെ എന്താണ് ഗോയിങ് കൺസേൺ, ബിസിനസ് എൻറ്റിറ്റി, അങ്ങനെ കോൺസെപ്റ്റുകൾ അതൊക്കെ എന്താണെന്നുള്ളത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് നിങ്ങൾ +1 +2 കേട്ട പോലെ ഒന്നല്ല നമ്മൾ പറഞ്ഞുതരാം. നമ്മളത് വളരെ പ്രാക്ടിക്കലി കണക്ട് ചെയ്ത് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അതേപോലെ അക്കൗണ്ടിങ് പ്രോസസ്സ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നിങ്ങൾ +1 +2 പഠിച്ചില്ലേ? സെയിം. ബാങ്ക് റീകൺസിലേഷൻ +1 +2 പഠിച്ച സെയിം. ഇൻവെൻട്രി നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു +1 +2 ഇല്ല എന്നാണ് തോന്നുന്നത്. ഇൻവെൻട്രി എനിക്ക് ഇനി CBSE വേറെ ഏതെങ്കിലും സിലബസിലുണ്ടോയെന്ന് അറിയില്ല. ഡിപ്രിസിയേഷൻ പഠിക്കാനുണ്ട്, എനിക്കൊന്ന് 2 സിലബസിലുണ്ട്, സ്റ്റേറ്റിലും ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിക്കാനില്ലേ? 2 സിലബസിലും ഇല്ലേ? എല്ലാ സിലബസിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കാനില്ലേ? പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ +1 +2 കൊമേഴ്സിൽ പഠിച്ചാണ്. പക്ഷെ നിങ്ങൾ +1 +2 കൊമേഴ്സിൽ പഠിച്ച് എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല നമ്മൾ എടുക്കൽ. നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മളിത് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് NPOൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഡി. അപ്പോൾ ഇതൊക്കെ +1 +2 പഠിക്കുന്നതാണ് നിങ്ങൾ. അതേപോലെ പാർട്ട്ണർഷിപ്പ്, കമ്പനി, ഇതൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എല്ലാ സിലബസിനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. +1 +2 ചില CBSEക്ക് ഉണ്ടെന്നുണ്ടോ, സ്റ്റേറ്റിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ചാപ്റ്ററിനാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്, ഇവിടെയും പഠിക്കുന്നത്. നിങ്ങൾ +1 +2 പഠിച്ച അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പോകും. +1 +2 നമ്മൾ ലേൺ ചെയ്ത രീതിയിലായിരിക്കില്ല നമ്മളിവിടെ ചെയ്യുക. ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും വൈ ആലോചിച്ചിട്ടാണ് മനസ്സിലാക്കുക. ഞാൻ എന്തിനു ഇത് ചെയ്യണം, ഞാൻ ഇത് ഇവിടെ കൊണ്ട് എഴുതണേ, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം, ഞാനിവിടെ ചെയ്യൂല, എന്താണ് ഇപ്പോൾ മറ്റേ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എക്സ്പെൻസ് ചെയ്താൽ എന്താ പ്രശ്നം, അതെല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കൊമേഴ്സിൽ ഈ അക്കൗണ്ടിങ് കേൾക്കുകയാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ കൊമേഴ്സ് പഠിച്ചു, യെസ് ഓർ നോ? കൊമേഴ്സ് പഠിച്ചു. ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് പഠിച്ചവരോടാണ് എൻ്റെ ചോദ്യം. ഓക്കെ, നിങ്ങളിപ്പോൾ കൊമേഴ്സ് പഠിച്ചു. നിങ്ങൾ കൊമേഴ്സിൽ ഞാനൊരു കൊമേഴ്സ് പഠിച്ചല്ലോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മിഷനറി എന്താണ്? മിഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറ. മിഷനറി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റാണ് അല്ലേ? യെസ് ഓർ നോ? വൈ? എന്തുകൊണ്ടാണ് മിഷനറി അസറ്റ്? അതൊന്ന് പറഞ്ഞോണ്ട്. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റല്ല, അതാണ് പ്രശ്നം. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, വൈ പറയാൻ പറ്റുന്നില്ല, അത് പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ +1 +2 നമ്മൾ വൈ ആലോചിക്കാതെ പഠിച്ചു, ഇവിടെ നമ്മൾ വൈ ആലോചിച്ചുകൊണ്ട് പഠിക്കണം. അതാണ് വ്യത്യാസം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു സാലറി എന്താണ്? എന്താ സാലറി? അപ്പോൾ നിങ്ങൾ പറഞ്ഞു എക്സ്പെൻസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വൈ? മിഷനറി വാങ്ങാനും നിങ്ങൾ പൈസ ആണ് കൊടുക്കുന്നത്, യെസ് ഓർ നോ? മിഷനറി വാങ്ങാൻ നിങ്ങൾ പൈസ അല്ലേ കൊടുക്കുന്നത്? സാലറിക്കും നിങ്ങൾ പൈസ ആണ് കൊടുക്കുന്നത് അല്ലേ? അവിടെ ഒരു സാലറി കൊടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ? മിഷനറി വാങ്ങുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റിക്കും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ മിഷനറിക്ക് വേണ്ടി പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ അസറ്റ് എന്നാണ് പറയുന്നത്. സാലറിക്ക് വേണ്ടി പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? എക്സ്പെൻസ്. വൈ? എന്തുകൊണ്ടങ്ങനെ? രണ്ടും പൈസ പോകുന്ന ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ AC വാങ്ങി, പൈസ കൊടുക്കണ്ടേ? AC വാങ്ങി ഞാൻ പൈസ കൊടുക്കുമ്പോൾ ഞാൻ അത് അസറ്റിന് വേണ്ടി പൈസ ചിലവാക്കി എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റാഫിന് സാലറി കൊടുത്തു, പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ സ്റ്റാഫിന് സാലറി കൊടുത്തപ്പോൾ ഞാൻ പറയുന്നത് അത് എൻ്റെ എക്സ്പെൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും പൈസ ചിലവാക്കണം, രണ്ടും പൈസ ആണ് ചിലവാക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നത് അത് അസറ്റാണ്, ഒന്ന് ഞാൻ പറയുന്നത് എക്സ്പെൻസ് ആണ്. എന്തുകൊണ്ട്? ഇതാണ് നമ്മൾ +1 +2 വരുമ്പോഴുള്ള മാറ്റം. +1 +2 CA വരുമ്പോൾ മാറ്റം. നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഇതെന്തുകൊണ്ട്? ഇതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കണം. റെഡി അല്ലേ? ഇതിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വരുന്ന അസറ്റും എക്സ്പെൻസും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം നിങ്ങളോട് വേജസ്, ഇലക്ട്രിസിറ്റി, അതേപോലെ ഫർണിച്ചർ, ബിൽഡിംഗ്, ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയും.
കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയറാണ്. നിങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, +1 മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു ഐറ്റം ചോദിച്ചാൽ നിങ്ങൾ സ്റ്റക്ക് ആവും. അതാണ് ഇതിൻ്റെ വയ്യ ആലോചിക്കാത്തുള്ള പ്രശ്നം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അഡ്വാൻസ് ടു സപ്ലയർ എന്താണ്? അഡ്വാൻസ് ടു സപ്ലയർ നിങ്ങൾ ഈ മിഷനറി പറഞ്ഞ അതേ സ്പീഡിൽ ഇത് പറയുന്നില്ല. റെഡി? എന്താണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ? നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മൾ ഇതിൻ്റെ വൈ മനസ്സിലാക്കിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഐറ്റത്തിന് മിഷനറിനെ എന്തുകൊണ്ട് ഞാൻ അസറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം ഞാൻ പഠിച്ചില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചാൽ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റി ഇല്ലേ, ബിസിനസ് ഓരോ പരിപാടി, ഗുഡ്സ് വാങ്ങുന്നു, ഗുഡ്സ് വിൽക്കുന്നു, സാലറി കൊടുക്കുന്നു, മിഷനറി വാങ്ങുന്നു, അങ്ങനെ പല ആക്ടിവിറ്റികളും ബിസിനസ് ചെയ്യില്ലേ. ഈ ആക്ടിവിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റീനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കും. ട്രാൻസാക്ഷൻസ്. റെഡി? ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒരു ബിസിനസ്സിൽ 2 ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക. ഒന്ന് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്ന ടൈപ്പ് ട്രാൻസാക്ഷൻ, ഒന്ന് ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് പൈസ വരുന്ന ഇവിടെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്പ് ആക്ടിവിറ്റിയെ നടക്കുള്ളൂ. ഒരു ടൈപ്പ് ആക്ടിവിറ്റി നടന്നാൽ അയാളിൽ നിന്ന് പൈസ പോകും. ഒരു ടൈപ്പ് ആക്ടിവിറ്റി നടന്നാൽ അയാൾക്ക് പൈസ വരും. ഒന്നിക്കൽ പൈസ പോവും, അല്ലെങ്കിൽ പൈസ വരും. പൈസ ഇപ്പം തന്നെ പോവും, പിന്നെ പോവും, അത് സെക്കൻഡറി ആണ്. പൈസ പോകുന്ന ടൈപ്പാണോ വരുന്ന ടൈപ്പാണോ അത് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ പോയാലും പിന്നെ പോയി. ഇപ്പോൾ സാലറി കൊടുക്കുക എന്ന് പറയുന്നത് പൈസ പോകുന്ന ടൈപ്പാണോ വരുന്ന ടൈപ്പാണോ? പൈസ പോകുന്നത്. സാലറി കൊടുക്കുക, ഇപ്പോൾ ഒരു എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള ഡേറ്റ് ആയി, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് കൊടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരില്ലേ? എന്തായാലും സാലറി കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ പോകുന്ന ടൈപ്പ് ട്രാൻസാക്ഷൻ അല്ലേ. കമ്മീഷൻ കിട്ടാന്ന് പറഞ്ഞാലോ പൈസ വരുന്ന ടൈപ്പ് ട്രാൻസാക്ഷൻ. ഗുഡ്സ് വാങ്ങാന്ന് പറഞ്ഞാൽ പൈസ പോകുന്ന ടൈപ്പ്, ഗുഡ്സ് വിൽക്കാന്ന് പറഞ്ഞാൽ പൈസ വരുന്ന ടൈപ്പ്. മിഷനറി വാങ്ങാന്ന് പറഞ്ഞാൽ പൈസ പോകുന്ന ടൈപ്പ്, മിഷനറി വിൽക്കാന്ന് പറഞ്ഞാൽ പൈസ വരുന്ന ടൈപ്പ്. അപ്പോൾ ബിസിനസ്സിൽ 2 ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക. ഒന്ന് പൈസ വരുന്ന ടൈപ്പ്, ഒന്ന് പൈസ പോകുന്ന ടൈപ്പ്. അപ്പോൾ ഞാനിതിനെ പേയ്മെൻറ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻ എന്നും റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻസ് എന്നും പറഞ്ഞു. റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻസ്, പേയ്മെൻറ്റ് ടൈപ്പ്, റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, യെസ് ഓർ നോ? ഇനി പറഞ്ഞേ, പേയ്മെൻറ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയാണ് മക്കളെ. നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാമെന്ന് വിചാരിക്കുക. വെറുതെ ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? നിങ്ങൾ വെറുതെ ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? ഇല്ലല്ലോ. വെറുതെ എങ്ങനെ ചിലവാക്കും? ഇല്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ഞാനിപ്പോൾ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാനൊരു കൂൾ ബാറിൽ പോയിട്ട് പൈസ കൊടുത്തു. എന്തിനായിരിക്കും? ജ്യൂസ് കുടിച്ചേന് അല്ലേ? അപ്പോൾ എനിക്കെന്തോ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കിട്ടിയിട്ടാണ് ഞാൻ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പൈസ ചിലവാക്കില്ല. വെറുതെ കാണുന്ന പോയി നോക്കുന്ന 1000 വെച്ചു ഇങ്ങനെ ആരും കൊടുക്കില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഞാൻ ഈ പൈസ നിങ്ങൾക്ക് തരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തരണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അത് തിരിച്ച് അയാൾ എനിക്ക് എന്തോ ചെയ്ത് തരണം. അതിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത്. അത് ഓൾറെഡി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പൈസ കൊടുക്കുന്നത് എന്തോ തിരിച്ച് കിട്ടാനാണ്, അതെനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ പൈസ കൊടുക്കുന്നതുകൊണ്ട് തിരിച്ച് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടണം, എവിടെയല്ലേ? ആ ബെനിഫിറ്റ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പേയ്മെൻറ്റിന് പറയല് എക്സ്പെൻസ് എന്നാണ്. ആ പേയ്മെൻറ്റിന് പറയാം, ആ പേയ്മെൻറ്റ് എനിക്ക് എക്സ്പെൻസാണ്. ഇനി ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, ഭാവിയിലേ കിട്ടത്തുള്ളെങ്കിൽ ആ പേയ്മെൻറ്റ് എനിക്ക് എന്താണ്? അസറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ചായ കുടിച്ചു, ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിച്ചു, ഞാൻ 10 രൂപ കൊടുത്തു. ആ കൊടുത്ത പൈസ എനിക്ക് എക്സ്പെൻസാണ്. കാരണം ബെനിഫിറ്റ് കിട്ടിയിട്ടാണ്, ചായ കുടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ പൈസ കൊടുത്തത്. റെഡിയല്ലേ? ചായ കിട്ടണ മുമ്പ് ഞാൻ പൈസ കൊടുത്താൽ ആ പേയ്മെൻറ്റ് എനിക്ക് അസറ്റാണ്. റെഡി? ഇപ്പോൾ ഞാൻ ചായ കുടിക്കണം മുന്നേ പൈസ കൊടുത്തു, അപ്പോൾ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ലല്ലോ, കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പൈസ കൊടുക്കുമ്പോൾ അത് അസറ്റാണ്. ചായ എനിക്ക് കിട്ടി, ഞാൻ കുടിച്ചു, അപ്പോൾ ഈ അസറ്റ് എന്തായിട്ട് മാറും? എക്സ്പെൻസ് ആയിട്ട് മാറും. ബെനിഫിറ്റ് കിട്ടിയാൽ അത് എക്സ്പെൻസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞ സാധനം ബെനിഫിറ്റ് കിട്ടിയാൽ എന്താവും? എക്സ്പെൻസ് ആവും. ഇപ്പം എപ്പോഴാണ് നമ്മൾ സാലറി കൊടുക്കുക? സാലറി എപ്പോഴാണ് കൊടുക്കുക? സാലറി കൊടുക്കൽ എപ്പോഴാണ്? ഒരാൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തന്നാലാണ് സാലറി കൊടുക്കുക. വർക്ക് ചെയ്ത് തന്നാൽ. അപ്പോൾ അതുകൊണ്ട് സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. സാലറി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തതിൻ്റെ ശേഷം കൊടുക്കുന്നതിനാണ് എന്ത് പറയുക? സാലറി. സാറേ വർക്ക് ചെയ്യണ മുമ്പും സാലറി കൊടുക്കൂലേ? അതിന് സാലറി പെയ്ഡ് എന്നല്ല പറയാം, അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി എന്നാ പറയാം, അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി എന്നാ പറയാം. വർക്ക് ചെയ്യണ മുമ്പ് കൊടുത്താൽ നമ്മൾ അതിന് അഡ്വാൻസ് സാലറി എന്ന് പറയാം. അപ്പോൾ അത് അസറ്റാണ്. ബെനിഫിറ്റ് കിട്ടിയില്ല, അസറ്റാണ്.
ഇപ്പം നിങ്ങൾ ഒരു ബസ്സിൽ കയറി, ബസ് കയറി ഉടനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കൂലേ? അപ്പോൾ ആ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്കത് ആ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസറ്റാണ്. ഏതുവരെ? നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അത് അസറ്റാണ്. കാരണം ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്, ആ ടിക്കറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആയി. റെഡി? നിങ്ങളൊരു മൂവി ടിക്കറ്റ് എടുത്തു, മൂവി കാണുന്നതിന് മുമ്പല്ലേ ടിക്കറ്റ് എടുക്കുന്നത്, അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ആ മൂവി ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഒരു 150 സ്പെൻഡ് ചെയ്തു എന്ന് പറയുക, അത് നിങ്ങൾക്ക് അസറ്റാണ്. കാരണം ബെനിഫിറ്റ് കിട്ടിയില്ല. ഏതുവരെ അസറ്റ്? ആ മൂവി കണ്ടു തീരുന്നവരെ. മൂവി കണ്ടു തീർന്നാൽ അസറ്റ് എന്താവും? എക്സ്പെൻസ്. ബെനിഫിറ്റ് കിട്ടിയ അസറ്റ് എക്സ്പെൻസ് ആയിട്ട് മാറും. റെഡിയല്ലേ? അപ്പം നമ്മൾ പൈസ കൊടുക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയോ? ഇല്ല. അങ്ങനെ ആണെങ്കിൽ അത് നമുക്ക് അസറ്റാണ്. റെഡി? പൈസ കൊടുക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഒരു കറണ്ട് ബില്ല് അടയ്ക്കുക? നിങ്ങൾ വീട്ടിലെ കറണ്ട് ബില്ലൊക്കെ എപ്പോഴാണ് അടയ്ക്കുക? കഴിഞ്ഞ 2 മാസം നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബില്ല് വരുമ്പോഴാണ് നിങ്ങൾ അടയ്ക്കുന്നത്. അപ്പോൾ ഉപയോഗിച്ചതിൻ്റെ ബില്ല് വന്നിട്ട് അപ്പോൾ ബെനിഫിറ്റ് കിട്ടിയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പെയ്ഡ് എന്താണ്? എക്സ്പെൻസ് ആണ്. സാധാരണ എപ്പോഴാണ് റെൻറ്റ് കൊടുക്കുക? ഇപ്പോൾ ജാനുവരി മാസത്തെ റെൻറ്റ് എന്നാ കൊടുക്കുക? ജാനുവരി മാസത്തെ റെൻറ്റ് ജാനുവരി മാസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് കൊടുക്കുക. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ജാനുവരിയിൽ ബിൽഡിംഗ് ഉപയോഗിച്ചിട്ടാണ്, ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ റെൻറ്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ മാർച്ചിലെ സാലറി, മാർച്ചിലെ റെൻറ്റ് ഫെബ്രുവരി കൊടുത്തു എന്നായിരിക്കാം. മാർച്ചിലെ റെൻറ്റ്, അതിന് റെൻറ്റ് പെയ്ഡ് എന്നല്ല പറയാം. ബെനിഫിറ്റ് കിട്ടിയിട്ട് കൊടുക്കുമ്പോഴാണ് റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. റെഡിയല്ലേ? ബെനിഫിറ്റ് കിട്ടുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻസ് റെൻറ്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറയും. റെഡിയല്ലേ? അപ്പോൾ മാർച്ചിലെ റെൻറ്റ് നമ്മൾ ഫെബ്രുവരിയിൽ കൊടുത്താൽ അതിന് റെൻറ്റ് പെയ്ഡ് എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? പ്രീപെയ്ഡ് റെൻറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് റെൻറ്റ്. അഡ്വാൻസ് റെൻറ്റ് എന്താണ്? അസറ്റാണ്. എന്തുകൊണ്ട് അസറ്റ്? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങൾ ഹോസ്റ്റൽ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്റ്റൽ കാണിച്ചു തരണം, എനിക്ക് കമ്മീഷൻ വേണം 2000. റെഡി? അപ്പോൾ ഞാൻ കമ്മീഷൻ ഹോസ്റ്റൽ കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ കമ്മീഷൻ വാങ്ങി. അപ്പോൾ നിങ്ങൾ ആംഗിൾ ചിന്തിച്ചേ, നിങ്ങൾ ആംഗിൾ നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾക്ക് അതെന്താണ്? നിങ്ങൾക്കത് ഇപ്പോൾ അസറ്റാണ്. കാരണം ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ബെനിഫിറ്റ് കിട്ടിയില്ല. കാരണം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഹോസ്റ്റൽ കാണിച്ചാലേ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് അസറ്റാണ്. ഏതുവരെ അസറ്റ്? ഞാൻ ഹോസ്റ്റൽ കാണിച്ചു തരുന്നവരെ. ഹോസ്റ്റൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താ പറയണ്ടേ? പ്രീപെയ്ഡ് കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അത് അസറ്റാണ്, ബെനിഫിറ്റ് കിട്ടുന്നവരെ. ബെനിഫിറ്റ് കിട്ടിയാൽ ഈ പ്രീപെയ്ഡ് കമ്മീഷൻ പെയ്ഡ് ആയിട്ട് മാറും. റെഡിയല്ലേ? ഇപ്പോൾ നിങ്ങൾ അടുത്ത മാസം ദുബായിൽ പോവാണ്. നിങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ടിക്കറ്റിന് വേണ്ടി നിങ്ങളൊരു 10000 രൂപ ചിലവാക്കി. റെഡി? ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റിന് വേണ്ടി ചിലവാക്കിയില്ല, അത് നിങ്ങൾക്ക് അസറ്റാണ്. 10000 രൂപ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. അടുത്ത മാസം നിങ്ങൾ ദുബായിൽ ഫ്ലൈ ചെയ്യുന്നവരെ അതെന്താണ്? അസറ്റാണ്. നിങ്ങൾ ആ ടിക്കറ്റിൽ ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? ബെനിഫിറ്റ് കിട്ടി, എക്സ്പെൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ ബെനിഫിറ്റ് ടു ബി റിസീവ്, നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ല, ഭാവിയിലെ കിട്ടത്തുള്ളെങ്കിൽ അത് അസറ്റാണ്. നിങ്ങൾ ബെനിഫിറ്റ് കിട്ടിയിട്ടാണ്, ഓൾറെഡി ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ് ആണ്. റെഡിയല്ലേ? ഇനി പറഞ്ഞേ, മിഷനറി എന്താണ്? ഞാനിപ്പോൾ AC വാങ്ങി. AC മിഷനറി അല്ലേ? AC വാങ്ങി. മിഷനറി എന്താണ്? ഇപ്പോൾ ഞാൻ AC വേണ്ടി ഒരു 40000 രൂപ ചിലവാക്കി. AC വാങ്ങി 40000 രൂപ കൊടുത്തു. ബെനിഫിറ്റ് കിട്ടിയോ? ഇല്ല. ACൻ്റെ ബെനിഫിറ്റ് കിട്ടിയാൽ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണ്. അപ്പോൾ AC എന്താണ്? അസറ്റാണ്. ഞാനൊരു ബിൽഡിംഗ് വാങ്ങിയ ഉടനെ ബെനിഫിറ്റ് കിട്ടിയെന്ന് ഒരാൾ ബിൽഡിംഗ് വാങ്ങിയ ഉടനെ ബെനിഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ പൊളിക്കുമോ? ഇല്ല. ബിൽഡിംഗ് വാങ്ങിയതിൻ്റെ ശേഷം ബെനിഫിറ്റ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നത് നമുക്ക് എന്താണ്? അസറ്റാണ്. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഇനി ഫർണിച്ചർ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, പിന്നീട് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണ്, അസറ്റാണ്. റെഡിയാണോ? യെസ് ഓർ നോ? ഇപ്പോൾ ഞാനൊരു ഓട്ടോയിൽ കയറി ഞാൻ എപ്പോഴാണ് പേയ്മെൻറ്റ് കൊടുക്കുക? എവിടെയാണോ എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അവിടെ എത്തിയാലേ കൊടുക്കുക. അപ്പോൾ ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോ ചാർജ് എനിക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. യെസ് ഓർ നോ? അപ്പോൾ നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഭാവിയിലെ കിട്ടത്തുള്ളെങ്കിൽ അത് നിങ്ങൾക്ക് അസറ്റും. ബെനിഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് എന്താണ്? എക്സ്പെൻസും ആണ്. അങ്ങനെ വേണം നമ്മൾ. അപ്പോൾ ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ ബെനിഫിറ്റ് ഓൾറെഡി കിട്ടി, നിങ്ങൾക്ക് ഓൾറെഡി റിസീവ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആണ്. ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണെങ്കിലോ? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണെങ്കിൽ അത് അസറ്റാണ്. ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണെങ്കിൽ അസറ്റാണ്. റെഡി? ക്ലിയർ അല്ലേ? ഇനി ഒന്ന് പറഞ്ഞേ, അഡ്വാൻസ് ടു സപ്ലയർ. ഇങ്ങനൊരു ഐറ്റം വന്നാൽ നമ്മൾ മൈൻഡിൽ വേണ്ടത് അഡ്വാൻസ് സപ്ലയർ. പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ? പേയ്മെൻറ്റ്. അഡ്വാൻസ് സപ്ലയർ പേയ്മെൻറ്റ്. പൈസ പോയി, ബെനിഫിറ്റ് കിട്ടി. എന്തിനാണ് സപ്ലയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് തരുന്ന ആൾ. എന്തിനാണ് സപ്ലയറിന് അഡ്വാൻസ് കൊടുക്കുന്നത്? ഗുഡ്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഗുഡ്സ് കിട്ടിയില്ല, കിട്ടാൻ വേണ്ടിയാണ്, കിട്ടിയില്ല. അപ്പോൾ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. അപ്പോൾ അഡ്വാൻസ് സപ്ലയർ എന്താണ്? അസറ്റാണ്.
ഏത് വരെ അസറ്റ്? ഗുഡ്സ് കിട്ടുന്നത് വരെ അസറ്റ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഇത് ഭയങ്കര ഈസിയാണ്. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ അസറ്റ് ഇതൊക്കെ ലാബിലിറ്റി അങ്ങനെ പഠിക്കരുത്. എന്തുകൊണ്ട് അസറ്റ് എന്തുകൊണ്ട് ലാബിലിറ്റി അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി പേയ്മെൻറ്റ് ടൈപ്പ് ട്രാൻസാക്ഷനിലാണ് അസറ്റും എക്സ്പെൻസും വരിക. അതേപോലെ റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷനിലാണ് എന്ത് വരിക? ലാബിലിറ്റിയും ഇൻകവും വരാം. റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷനിലാണ് എന്ത് വരിക? ലാബിലിറ്റിയും ഇൻകവും വരാം. ലാബിലിറ്റി ഇൻകവും റെസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷനിലാണ് വരാം. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ പറഞ്ഞേ, ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പേയ്മെൻറ്റ് ടൈപ്പ്. പൈസ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ എനിക്ക് എന്തോ ചെയ്തു തരണം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തു തന്നെങ്കിൽ ഞാൻ തരുന്ന പൈസ എക്സ്പെൻസ്, ചെയ്തു തന്നിട്ടില്ലെങ്കിൽ എനിക്കത് അസറ്റ്. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ എനിക്കാണ് പൈസ കിട്ടുന്നത്. നേരത്തെ ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്, ഇപ്പോൾ എനിക്കാണ് പൈസ. റെസിപ്റ്റ് ടൈപ്പ്, എനിക്ക് പൈസ കിട്ടുകയാണ്. റെഡി അല്ലേ? എനിക്ക് ഒരാൾ വെറുതെ പൈസ തരുമോ? ഇല്ല. ഒരാൾ എനിക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഞാൻ അയാൾക്ക് അത് ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ പൈസ വാങ്ങുന്നതെങ്കിൽ എനിക്കത് ഇൻകം. റെഡി അല്ലേ? അപ്പോൾ ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫർഡ്. ഞാൻ എന്തോ ബെനിഫിറ്റ് അങ്ങോട്ട് ചെയ്തു തരണം. ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫേർഡ്. ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഞാൻ പൈസ വാങ്ങുന്നതെങ്കിൽ എനിക്കത് ഇൻകം. ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ആണെങ്കിൽ അത് എനിക്ക് എന്താണ്? അതെനിക്ക് ലാബിലിറ്റി. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തന്നു. നിങ്ങൾ പറഞ്ഞു എനിക്ക് ഹോസ്റ്റൽ കാണിച്ചു തരണം. ഞാൻ പറഞ്ഞു കമ്മീഷൻ തരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ, എത്ര കമ്മീഷൻ? 2000. ഞാൻ ഹോസ്റ്റൽ കാണിച്ചു തരുന്ന മുമ്പ് എനിക്ക് നിങ്ങൾ കമ്മീഷൻ തന്നു. അപ്പോൾ എനിക്കിപ്പോൾ പൈസ കിട്ടി. റെസിപ്റ്റാണ്. ഞാൻ ഹോസ്റ്റൽ കാണിച്ചു തന്നില്ല. ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ്. ഞാൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാനുണ്ട്, ഹോസ്റ്റൽ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ പൈസ ലാബിലിറ്റിയാണ്. ഞാൻ ഇതിന് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾ എനിക്ക് പൈസ തരുന്നെങ്കിൽ എനിക്കത് കമ്മീഷൻ റിസീവ്ഡ് ഇൻകമാണ്. കാരണം ഞാൻ ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത്. എന്തിനാണോ നിങ്ങൾ പൈസ എനിക്ക് തന്നതായി ഞാൻ ചെയ്തു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഇനി അടുത്തത് റെൻറ്റ് റിസീവ്ഡ്. എനിക്ക് റെൻറ്റ് കിട്ടി. എന്തിനാണ് എനിക്ക് റെൻറ്റ് കിട്ടണേ? ഞാൻ നിങ്ങൾക്ക് ബിൽഡിംഗ് ഉപയോഗിക്കാൻ തന്നിട്ടല്ലേ? ഉപയോഗിക്കാൻ തന്നിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? റെൻറ്റ് കിട്ടുന്നത്. റെഡി അല്ലേ? റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലൈഡ് ആണ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ബിൽഡിംഗ് ഉപയോഗിക്കാൻ തന്നു. റെഡി? ഇപ്പോൾ ഫെബ്രുവരി മാസം നിങ്ങൾ ബിൽഡിംഗ് ഉപയോഗിച്ചതിൻ്റെ റെൻറ്റ് നിങ്ങൾ എനിക്ക് മാർച്ച് മാസത്തിൽ തരും. മാർച്ച് ഫസ്റ്റ് വീക്കിൽ തരും. അപ്പോൾ എനിക്കത് റെൻറ്റ് റിസീവ്ഡ് ഇൻകമാണ്. കാരണം റെൻറ്റ് റിസീവ്ഡ് ഞാൻ നിങ്ങൾക്ക് ബിൽഡിംഗ് ഓൾറെഡി ഉപയോഗിക്കാൻ തന്നു. ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫർഡ്. നിങ്ങൾ ഏപ്രിലിലെ റെൻറ്റ് മാർച്ചിൽ എനിക്ക് തന്നു. അതിനെ റെൻറ്റ് റിസീവ്ഡ് എന്നല്ല ഞാൻ വിളിക്കേണ്ടത്. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറയണം. അവിടെ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയാൻ പറ്റില്ല. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് ഒരു ഇംപ്ലൈഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ ബിൽഡിംഗ് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ എനിക്ക് റെൻറ്റ് തന്നെങ്കിൽ അതിനെ ഞാൻ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് വിളിക്കുക. ഈ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എനിക്ക് എന്താണ്? ലാബിലിറ്റിയാണ്. വൈ ലാബിലിറ്റി? ഞാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചത് ഭയങ്കര ഈസിയാണ് മക്കളെ. അപ്പോൾ നമുക്ക് ഇനി ഫെമിലിയർ അല്ലാത്ത ഒരു ഐറ്റം വന്നാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. എന്തിനാണ് കസ്റ്റമർ എനിക്ക് അഡ്വാൻസ് തരുന്നത്? കസ്റ്റമർ എനിക്ക് അഡ്വാൻസ് എന്തിനാണ് തരുന്നത്? ഗുഡ്സ് കൊടുക്കാനല്ലേ? ഞാൻ മൊബൈൽ വിൽക്കുകയാണ്. നിങ്ങൾ എനിക്ക് അടുത്ത മാസം എനിക്ക് ഒരു ഐഫോൺ വേണം, അതിലേക്ക് ഒരു 20,000 രൂപ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് അഡ്വാൻസ് ഫ്രം കസ്റ്റമർക്ക് 20,000 അഡ്വാൻസ് കിട്ടി. ഞാൻ ഇത് എന്താക്കണം? അസറ്റ് ആക്കണോ, ലാബിലിറ്റി ആക്കണോ, ഇൻകം ആക്കണം? ഇത് റെസിപ്റ്റ് ടൈപ്പാണ്. അപ്പോൾ ഒരിക്കലും അസറ്റും എക്സ്പെൻസ് വരില്ല. പേയ്മെൻറ്റ് ടൈപ്പിലാണ് അസറ്റും എക്സ്പെൻസ് വരിക. അപ്പോൾ ഇത് ലാബിലിറ്റിയോ ഇൻകം ആവാനല്ല ചാൻസ്. അപ്പോൾ ഇത് ലാബിലിറ്റി ആണോ ഇൻകം ആണോ? ഈ തന്ന പൈസക്ക് ഞാൻ ബെനിഫിറ്റ് കൊടുത്തോ? ഇല്ല, ഞാൻ ഫോൺ കൊടുത്തില്ല, അടുത്ത മാസം കൊടുക്കുള്ളൂ. അപ്പോൾ ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഇത് ലാബിലിറ്റിയാണ്. അപ്പോൾ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്താണ്? ലാബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഞാൻ ചായ വിൽക്കുകയാണ്. നിങ്ങൾ എനിക്ക് 10 രൂപ തന്നു, അവിടെ വെച്ചോ, നാളെ ഞാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാണ്. നാളെ ഞാൻ ചായ തരുള്ളൂ. അപ്പോൾ ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫർ. അപ്പോൾ എനിക്കിത് എന്താണ്? ലാബിലിറ്റിയാണ്. നാളെ നിങ്ങൾ വന്ന് ചായ കുടിച്ചു, അപ്പോൾ ഞാൻ ചായ തന്നില്ലേ, ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ലേ, അപ്പോൾ ഈ 10 എനിക്ക് എന്തായിട്ട് മാറും? ഇൻകം. അപ്പോൾ ലാബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ എന്താവും? ഇൻകമായിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണിച്ചു തരുന്ന മുമ്പ് എനിക്ക് എന്ത് തന്നു? കമ്മീഷൻ തന്നു. അപ്പോൾ എനിക്കിപ്പോൾ അത് ലാബിലിറ്റി, കാരണം ഹോസ്റ്റൽ കാണിച്ചു തന്നില്ല. പക്ഷേ ഹോസ്റ്റൽ കാണിച്ചു തന്നാൽ ആ മൊമെൻറ്റിൽ എനിക്ക് ഈ ലാബിലിറ്റി എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും? ഇൻകമായിട്ട് മാറും. അപ്പോൾ ശ്രദ്ധിക്കുക, അസറ്റ് എന്ന് പറഞ്ഞ സാധനം ബെനിഫിറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എക്സ്പെൻസ് ആയിട്ട് മാറും. ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞ സാധനം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ എന്തായിട്ട് മാറും? അസറ്റായിട്ട് മാറും. അതേപോലെ തന്നെ ഒരു ലാബിലിറ്റി എന്ന് പറയുന്ന സാധനം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ
ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇൻകം ആയിട്ട് മാറും. ഒരു ഇൻകം എന്ന് പറഞ്ഞ സാധനം അഡ്വാൻസ് ആയിട്ട് കിട്ടിയാൽ എന്തായിട്ട് മാറും? ലാബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഒരു അസറ്റ്, ലാബിലിറ്റി, ഇൻകം. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ കുറച്ചും കൂടെ അനലൈസ് ചെയ്ത് അങ്ങനെ വരും നമ്മൾ. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര ഈസിയാണ് മക്കളെ. നമ്മളിത് ഒന്നും അറിയാതെ എന്തൊക്കെയോ ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നിങ്ങളൊരു ഐറ്റം ഒരു 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 ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് പറയും. നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്താ ഇപ്പോൾ ചോദിക്കുക? വേജസ് പെയ്ഡ് എന്താണ് പറഞ്ഞത്? വേജസ് പെയ്ഡ് എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. വേജസ് പെയ്ഡ് എന്താണ്? അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? വേജസ് പെയ്ഡ് പറയൂ. വേജസ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡാണ്, പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നിക്ക് അസറ്റോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആവാനാണ് ചാൻസ്. ഇത് വേജസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണിയെടുത്ത് തന്നാൽ, ഇപ്പോൾ ഒരാൾ ക്ലീൻ ആക്കാൻ വിളിച്ചു, ക്ലീൻ ആക്കി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനാണ് വേജസ് പെയ്ഡ് എന്ന് പറയും. അപ്പോൾ വേജസ് പെയ്ഡ് എന്താണ്? ബെനിഫിറ്റ് കിട്ടിയിട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ എക്സ്പെൻസ് ആണ്. യെസ് ഓർ നോ? ഇനി പ്രീപെയ്ഡ് വേജസോ? പ്രീപെയ്ഡ് വേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലീൻ ആക്കാൻ നിങ്ങളെ വിളിച്ചു, ക്ലീൻ ആക്കണം മുമ്പ് നിങ്ങൾക്ക് തന്നു, അതാണ് പ്രീപെയ്ഡ് വേജസ്. പ്രീപെയ്ഡ് വേജസ് എന്താണ്? പ്രീപെയ്ഡ് വേജസ് എന്താ മക്കളെ? പ്രീപെയ്ഡ് വേജസ് അസറ്റാണ്, കാരണം ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇപ്പോൾ പേയ്മെൻറ്റ് ടൈപ്പാണോ റെസിപ്റ്റ് ടൈപ്പാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക? നമ്മൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ അല്ലേ? അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എന്താണ്? ഡെപ്പോസിറ്റ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തു, എന്നിട്ടാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതെനിക്ക് ഇൻകമാണ്. ഡെപ്പോസിറ്റ് ചെയ്യണ മുമ്പ് ഇൻട്രസ്റ്റ് കിട്ടിയാലോ അതെനിക്ക് ലാബിലിറ്റി ആവും. അതിനെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിലെ മെയിൻ പരിപാടി ഇതാണ്. ഒരു ഐറ്റം കണ്ടാൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന് പറയാൻ പറ്റണം. ഇങ്ങനെ പറയാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി. അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി. പേയ്മെൻ്റ് ആണോ, റെസിപ്റ്റ് ആണോ നോക്കുക. പേയ്മെൻ്റ് ആണെങ്കിൽ ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലയോ നോക്കുക. ബെനിഫിറ്റ് കിട്ടിയാൽ എക്സ്പെൻസ്, ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ അസറ്റ്. റെഡി അല്ലേ? പിന്നെ റെസിപ്റ്റ് ആണോ നോക്കുക. റെസിപ്റ്റ് ആണെങ്കിൽ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തോ ഇല്ലയോ നോക്കുക. ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഇൻകം, ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ലാബിലിറ്റി. ഇനി ഒരു അസറ്റ് എന്ന് പറഞ്ഞ സാധനം ആ ബെനിഫിറ്റ് കിട്ടിയാൽ എക്സ്പെൻസ് ആയിട്ട് മാറും. ഇനി എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ എന്തായിട്ട് മാറും? അസറ്റ് ആയിട്ട് മാറും. ഇനി ലാബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഇൻകം ആവും. ഇനി ഇൻകം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ എന്താവും? ലാബിലിറ്റി ആവും. മക്കളെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ സ്ലോയിലായിരിക്കും പോവാം മെയിൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ. റെഡി? ഇനി അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. ഇനി നമ്മളിപ്പം ഒരു ബിസിനസ് ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതി വെക്കണം. ഒരു ബിസിനസ് അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ കണക്ക് കിട്ടുള്ളൂ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണ്ടേ? അറിയണമെങ്കിൽ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു, എത്ര പൈസ ചിലവാക്കിയെന്ന് അറിയണ്ടേ? എന്നാലല്ലേ അവസാനം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ ബിസിനസ് ഓരോ ഇയർ എൻഡിലാകുമ്പോൾ അവർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ ഇയർ എൻഡിലാണ് ചെക്ക് ചെയ്യുക. ഈ ഇയർ എൻഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷം മൊത്തം നടന്ന ഇയാളെ മൈൻഡിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ മറന്നുപോകില്ലേ? അപ്പോൾ നമ്മൾ എഴുതി വെക്കണം ബിസിനസ് എന്തൊക്കെ ചെയ്തു. ഒരു ഡയറി പോലെ അവർ ഡെയിലി ചെയ്യുന്ന ഇങ്ങനെ എഴുതി വെക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ. അല്ലേ? അപ്പോൾ ജേണൽ ഇന്ന് ബിസിനസ് എന്തൊക്കെ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ജേണലിന് രണ്ട് പാർട്ടാണ്, മേൽഭാഗം താഴ്ഭാഗം. അപ്പോൾ ബിസിനസ് ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് എഴുതി വെക്കും. ഈ മേൽഭാഗത്തിന് നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, താഴ്ഭാഗത്തിന് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. റെഡി അല്ലേ? അപ്പോൾ സാറേ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മേളിൽ എഴുതാം. ഇങ്ങനെ മേളിൽ എഴുതിയതിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ എഴുതാം. സാർ അസറ്റ് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് മേലിൽ എഴുതാം. സാർ അസറ്റ് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് താഴെ എഴുതാം. ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാബിലിറ്റി താഴെ എഴുതാം. അപ്പോൾ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജേണൽ എന്ന് പറഞ്ഞ സാധനം, ജേണലിൽ മേളിൽ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? ഡെബിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ. താഴെ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേളിൽ എഴുതണം ജേണൽ എൻട്രിയിൽ. അസറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ജേണൽ എൻട്രി താഴെ എഴുതണം. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ഈ ഒരു ബിസിനസ് എന്ത് ചെയ്താലും അസറ്റ്, ലാബിലിറ്റി, ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ടതായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ ഒരു ബിസിനസ്, ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ, ഒരു ആക്ടിവിറ്റി ചെയ്താൽ ഇതിലേതെങ്കിലുമായി ബന്ധപ്പെട്ടതായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കൽ എന്ത് ചെയ്താലും 2 ലൈനിൽ എന്ത് ചെയ്താലും ഇതാണ് ജേണൽ. മേളിലൊരു ലൈന്, താഴെയൊരു ലൈന്. എന്ത് ചെയ്താൽ മേളിൽ ലൈനെ ഡെബിറ്റ് എന്ന് വിളിക്കും, താഴെ ലൈനെ
മേലെ ഡെബിറ്റാണ്, രണ്ടെണ്ണം ഉള്ളൂ, മേൽഭാഗം ഡെബിറ്റ്, താഴ്ഭാഗം ക്രെഡിറ്റ്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ സൈനാണ്, പ്ലസ് മൈനസ് പോലെ അക്കൗണ്ടിങ്ങിൻ്റെ സൈനാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും. ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജേണലിനെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുക, ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ എഴുതുക. റെഡി അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അപ്പം ബിസിനസ്സിൽ എന്ത് ചെയ്താലും, ഒരു അസറ്റ് വന്നാലും ലാബിലിറ്റി വന്നാലും എന്ത് ചെയ്താലും നമ്മളിങ്ങനെ 2 ലൈനിൽ മേളിലും താഴെയായിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഏത് മേളിൽ എഴുതും, ഏത് താഴെ എഴുതും? റെഡി? ഏത് മേളിൽ എഴുതും, ഏത് താഴെ എഴുതും? അപ്പോൾ ഏത് മേളിൽ എഴുതും, ഏത് താഴെ എഴുതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താലോ. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ മേളിലും താഴെ എഴുതുക, നിങ്ങൾ ഇഷ്ടമുള്ള. അപ്പോൾ യൂണിഫോമിറ്റി വരുമോ? അപ്പോൾ യൂണിഫോമിറ്റി വരില്ല. അപ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ റൂൾ ഉണ്ടാക്കി, അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ. 2 റൂളുണ്ട്, തൽക്കാലം ഞാനൊരു റൂള് പറയാം. ഇതാണ് മോഡേൺ റൂളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, മോഡേൺ റൂൾ. മോഡേൺ റൂള് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ് കൂടിയാൽ മുകളിൽ എഴുതണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടിയാൽ മുകളിൽ എഴുതണം. അപ്പോൾ അസറ്റ് കൂടിയ മുകളിലാണ് എഴുതുന്നെങ്കിൽ കുറഞ്ഞാലും മുകളിലായിരിക്കുമോ? താഴെ എഴുതണം. കൂടിയ മുകളിലാണെങ്കിൽ കുറഞ്ഞാലും ഒരേ സ്ഥലത്ത് എഴുതാൻ പറ്റില്ല, താഴെ എഴുതും. ഇനി റൂള് പറയുന്നത് ലാബിലിറ്റി കൂടിയാൽ താഴെ എഴുതണം, ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ എഴുതും. ലാബിലിറ്റി കുറഞ്ഞാൽ മുകളിൽ എഴുതുക, ഡെബിറ്റ് ചെയ്യുക. ഇടയിൽ ഇതാണ് റൂൾ പറഞ്ഞത്. അപ്പോൾ അസറ്റ് കൂടിയാൽ മുകളിൽ എഴുതുക. ജേണലിൽ 2 പാർട്ടുണ്ട്, മേൽഭാഗം താഴ്ഭാഗം. അസറ്റ് കൂടിയാൽ മുകളിൽ എഴുതുക, അസറ്റ് കുറഞ്ഞാൽ താഴെ എഴുതുക. ലാബിലിറ്റി കൂടിയാൽ താഴെ എഴുതുക, ലാബിലിറ്റി കുറഞ്ഞാൽ മേളിൽ എഴുതുക. സാർ എങ്ങനെ മനസ്സിലാവും ലാബിലിറ്റി അസറ്റ് കുറഞ്ഞു കൂടി എന്നൊക്കെ എങ്ങനെ മനസ്സിലാവും? എടാ, നിങ്ങളെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വന്നാൽ അസറ്റ് കൂടി. നിങ്ങളതിൽ ക്യാഷ് കൂടിയോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങളിൽ ക്യാഷ് വന്നാൽ ക്യാഷ് കൂടി, നിങ്ങളിൽ ക്യാഷ് പോയാൽ ക്യാഷ് കുറഞ്ഞു, അതന്നെ അല്ലേ? അതേപോലെ ഒരു ബിസിനസ്സിന് അസറ്റ് കൂടിയെന്ന് അങ്ങനെ മനസ്സിലാവും. ബിസിനസ്സിലേക്ക് അസറ്റ് വന്നാൽ അസറ്റ് കൂടി, ബിസിനസ്സിന് അസറ്റ് പോയാൽ അസറ്റ് കുറഞ്ഞു. നമുക്കൊരു പുതിയ ലാബിലിറ്റി വന്നാൽ ലാബിലിറ്റി കൂടി, ആ ലാബിലിറ്റി കൊടുത്ത് ഒഴിവാക്കിയ ലാബിലിറ്റി കുറഞ്ഞു, അത്രേ ഉള്ളൂ. ഭയങ്കര മാക്സിമം ഇല്ല ഇതിൽ, അല്ലേ? അപ്പോൾ അസറ്റ് കൂടിയാൽ, അപ്പോൾ ജേണലാണ് നമ്മൾ ഡെയിലി ബേസിൽ ചെയ്യുന്ന ജേണലാണ്. ബിസിനസ് റെക്കോർഡ് ചെയ്ത് വെക്കണം, അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ജേണലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ജേണലിൽ 2 ഭാഗമാണ്, മേൽഭാഗം താഴ്ഭാഗം. മേൽഭാഗത്തിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, താഴ്ഭാഗത്തിന് ക്രെഡിറ്റ്. മേൽഭാഗം ഷോർട്ടാക്കി ഡെബിറ്റ് ചെയ്തു, താഴ്ഭാഗം ഷോർട്ടാക്കി എന്ത് ചെയ്തില്ല, ക്രെഡിറ്റ് ചെയ്തില്ല. കാരണം 2 ഉള്ളൂ, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ റൂള് പറയുന്നത് ഇതിൽ ഏത് മേളിൽ എഴുതും, ഏത് താഴെ. അപ്പോൾ യൂണിഫോമിറ്റി വരാൻ പറഞ്ഞു, യൂണിഫോമിറ്റി വരാൻ വേണ്ടി പറഞ്ഞു അസറ്റ് കൂടിയാൽ നിങ്ങൾ മേളിൽ എഴുതിക്കും, അതേപോലെ ലാബിലിറ്റി കുറഞ്ഞാലും മേളിൽ എഴുതിക്കും. ഇനി അസറ്റ് കുറഞ്ഞാലും ലാബിലിറ്റി കൂടിയാലും താഴെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യും. ക്ലിയർ അല്ലേ? ഈ അസറ്റും എക്സ്പെൻസും പേയ്മെൻറ്റിൽ വരുന്നതല്ലേ, അപ്പോൾ അതിന് 2നും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. ലാബിലിറ്റി ഇൻകം റെസിപ്റ്റിൽ വരുന്നതല്ലേ, അപ്പോൾ അതിന് 2നും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പറയുന്നത് അസറ്റും എക്സ്പെൻസും കൂടിയാൽ എന്തെങ്കിലും മേളിൽ എഴുതണം, കുറഞ്ഞാൽ എന്തെങ്കിലും താഴെ. ഇതാണ് റൂള് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളത് ഫോളോ ചെയ്താൽ, പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. നിങ്ങളെ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനലിറ്റിക്കൽ സ്കില്ല് യൂസ് ചെയ്യേണ്ടത് അസറ്റാണോ ലാബിലിറ്റി ആണോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ അറിയാനോ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, അങ്ങനെ നടന്നോളൂ. റെഡിയല്ലേ? പ്രാക്ടിക്കലി ഇതൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യണം. നമ്മളിത് അസറ്റാണോ ലാബിലിറ്റി ആണോ ക്ലാസിഫൈ ചെയ്ത് ബാക്കിയൊക്കെ സിസ്റ്റം ചെയ്തോളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് എങ്ങനെ ചെയ്യലും ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. ഇനി അടുത്ത് ഇപ്പം ഒരു അസറ്റും എക്സ്പെൻസും കൂടിയാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ മനസ്സിലാവും കൂടിയോ കുറഞ്ഞോ? ഇപ്പോൾ ഞാൻ പർച്ചേസ്ഡ് മിഷനറി വാങ്ങി, ഒരു ബിസിനസ് ഒരു മിഷനറി വാങ്ങി എന്ന് വിചാരിക്കുക. ഒരു 5000 രൂപേൻ്റെ മിഷനറി വാങ്ങി. 5000 രൂപേൻ്റെ മിഷനറി വാങ്ങിയാൽ ആ ബിസിനസ്സിൽ മിഷനറി കൂടോ കുറയോ? അപ്പോൾ മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി അല്ലേ? ഒരു മിഷനറി വാങ്ങുമ്പോൾ മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടിയില്ല. അപ്പോൾ മിഷനറി അസറ്റാണ്, മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി. ഈ മിഷനറി വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കൂലേ? വെറുതെ ഒരാൾ മിഷനറി ക്യാഷ് കൊടുക്കും. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞില്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അപ്പം ഇനി റൂൾ അപ്ലൈ ചെയ്യും. റൂൾ എന്താ പറയുന്നത്? മിഷനറി അസറ്റാണ്, മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടിയാൽ റൂൾ എന്താ പറയുന്നത്? അസറ്റ് കൂടിയാൽ മേളിൽ എഴുതണം, ഡെബിറ്റ് ചെയ്യണം. മിഷനറി അക്കൗണ്ട് ഡെബിറ്റ്, അസറ്റ് കൂടി മേളിൽ. ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞാൽ റൂൾ എന്താ പറയുന്നത്? ക്രെഡിറ്റ് ചെയ്യുക, താഴെ. ക്ലിയർ ആണോ? യെസ് ഓർണോ? ഇനി അടുത്തത് സാലറി പെയ്ഡ്. ഇത് നോക്കിയേ, എത്ര മിഷനറിയാണ് വാങ്ങി? 5000 അല്ലേ? അപ്പോൾ 5000ത്തിന് മിഷനറി, അപ്പോൾ മിഷനറിൻ്റെ നേരെ 5000 ഇതാ. എത്ര ക്യാഷ് പോയി? 5000ത്തിന് മിഷനറി വാങ്ങാൻ 5000 അല്ലേ ക്യാഷ് കൊടുക്കുക, അപ്പോൾ 5000 ക്യാഷ് പോയി. അപ്പോൾ ഇത് രണ്ടും സെയിം, ഡെബിറ്റിലും ക്രെഡിറ്റിൻ്റെ നേരെ വരുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. റെഡി? ഇനി സാലറി പെയ്ഡ് 2000. റെഡി? ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഒന്ന് സാലറി ഉണ്ട്, പിന്നെ എന്തുണ്ട്? പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷും ഉണ്ട്. സാലറി എന്താണ്?
സാലറി എന്ന് പറഞ്ഞാൽ ഒരാൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതിന്. സാറ് വർക്ക് ചെയ്യണ മുമ്പ് കൊടുക്കില്ല, വർക്ക് ചെയ്യണ മുമ്പ് കൊടുത്താൽ അഡ്വാൻസ് സാലറി എന്നോ പ്രീപെയ്ഡ് സാലറി എന്നോ പറയും. ജസ്റ്റ് സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതിനെ സാലറി പെയ്ഡ് എന്ന് പറയും. അപ്പോൾ വർക്ക് ചെയ്തോ, അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. റെഡി? ഇനി കൊടുത്തത് ക്യാഷ് ആണ്, അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. റെഡി? അപ്പോൾ ഇവിടെ പുതിയ എക്സ്പെൻസ് വന്നു, അപ്പോൾ എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞു. അപ്പോൾ എക്സ്പെൻസ് കൂടിയ റൂൾ എന്താ പറയുന്നത്? എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, മുകളിൽ എഴുതണം. അപ്പോൾ സാലറീനെ മുകളിൽ എഴുതാം, സാലറി അക്കൗണ്ട് ഡെബിറ്റ്. റെഡി അല്ലേ? ഇനി അടുത്തത് എന്ത് കുറഞ്ഞു? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്യാഷിനെ താഴെ എഴുതാം. അസറ്റ് കുറഞ്ഞാൽ റൂൾ എന്താ പറയുന്നത്? അസറ്റ് കുറഞ്ഞാൽ ഇവിടെ നോക്കി, അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, താഴെ എഴുതാം. ക്രെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ താഴെ, ഡെബിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മുകളിൽ എഴുതും. എത്രയാണ് സാലറി കൊടുത്തത്? 2000. അപ്പോൾ സാലറിൻ്റെ നേരെ 2000. എത്ര ക്യാഷ് പോയത്? 2000. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇതാണ് പരിപാടി. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി സാധനങ്ങൾ പഠിച്ച് ഇങ്ങനെ പോയാൽ ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഏതിൻ്റെ എൻട്രി ചെയ്താലും മക്കളെ അക്കൗണ്ടിങ്ങിൽ അത്യാവശ്യം, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് സ്വന്തമായിട്ട് ജേണൽ എൻട്രി ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതാണ്. ഏത് ട്രാൻസാക്ഷൻ കിട്ടിയാലും എനിക്ക് ജേണൽ എൻട്രി ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി അറിയാം. റെഡി അല്ലേ? കാരണം നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമ്മളെ സഹായിക്കൽ ജേണൽ എൻട്രിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ജേണൽ എൻട്രി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ CA ഫൈനലിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയാം. കാരണം എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി ആലോചിക്കും. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞേ റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. ക്ലിയർ അല്ലേ? എന്താണ് ഇതിലെന്തൊക്കെ എക്സ്പെക്ട്? റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഇവിടെ. റെഡി? ഇപ്പോൾ ക്യാഷ് എന്താണ്? ക്യാഷ് അസറ്റാണ്. അപ്പോൾ കിട്ടാണ്, അപ്പം അസറ്റ് കൂടല്ലേ ചെയ്യുക? ക്യാഷ് ഇങ്ങോട്ട് വരണം, അപ്പോൾ അസറ്റ് കൂടി. കമ്മീഷൻ ഇവിടെ റിസീപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണ്? കമ്മീഷൻ ഇവിടെ റിസീവ്ഡ് ആണ്. അപ്പം കമ്മീഷൻ ഇവിടെ എന്താവാനാ ചാൻസ്? ലാബിലിറ്റി, അസറ്റ്, ഇൻകം ഏതാവാനാ ചാൻസ്? റിസിപ്റ്റ് ടൈപ്പ് ട്രാൻസാക്ഷനിൽ ഒരിക്കലും എന്ത് വരില്ല? അസറ്റും എക്സ്പെൻസും വരില്ല. എന്തേ വരുള്ളൂ? ഇൻകവും ലാബിലിറ്റിയും വരുള്ളൂ. അപ്പോൾ ഒരാൾ കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്ത് കൊടുത്തതിനാണ് കമ്മീഷൻ കിട്ടുന്നത്. സാർ അതെങ്ങനെ മനസ്സിലാവും? എടാ ഞാൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പാണ് കൊടുത്തതെങ്കിൽ റിസീവ്ഡ് കമ്മീഷൻ എന്നല്ല പറയാം, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയും, അഡ്വാൻസ് ആണെന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതിവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ചെയ്ത് കൊടുത്തണമെങ്കിൽ എനിക്കിത് ഇൻകമാണ്. ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫേർഡ്, അപ്പോൾ ഇൻകമാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി, അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടിയാൽ റൂള് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. ഇനി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ അക്കൗണ്ടിങ് ഭയങ്കര ഈസി ആയിരിക്കും. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും എല്ലാ ഫാക്കൽറ്റീസും ഇങ്ങനെയാണ് പഠിപ്പിക്കുക. അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിപ്പിക്കും. അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഫീൽ ചെയ്യും നിങ്ങൾക്കത്. കാരണം ഓരോന്നിൻ്റെയും ഐഡിയ പറയും. നിങ്ങളത് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. റെഡി അല്ലേ? മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങോട്ട് ഒന്നും ഈസി ആയിരിക്കില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് ഒരു 500 റുപ്യ കിട്ടണമെങ്കിൽ ഡെയിലി ഒരു പണിക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഒരു 1000 റുപ്യ കിട്ടണമെങ്കിൽ മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയാൽ 1000 റുപ്യ കിട്ടും. എഫേർട്ട് എടുത്താലേ കിട്ടുള്ളൂ, വർക്ക് ചെയ്താലേ 1000 റുപ്യ കിട്ടുള്ളൂ. നിലത്ത് നിന്ന് 1000 റുപ്യ കിട്ടില്ല. നിലത്ത് നിങ്ങൾക്ക് മറ്റേ പഴയ കടലാസ് കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് ബിഗ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സാക്രിഫൈസ് ചെയ്യണം. റെഡി? നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റർ ആവണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. നിങ്ങൾ ചുമ്മാ അവിടെ ഇരുന്നാണ്ട് മൊബൈലിൽ നോക്കി കളിച്ചിരുന്ന് കഴിഞ്ഞാൽ ക്രിക്കറ്റർ ആവില്ല. അപ്പോൾ ഇറങ്ങി അതിനുവേണ്ടി പരിശ്രമിച്ചു, ഡെയിലി പരിശ്രമിക്കണം. അപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് എത്താന്ന് പറഞ്ഞാൽ ഒരു 15-20 ആളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സെലക്ട് ആവാമെന്നാണ്. അപ്പോൾ 140 കോടി ആൾക്കാർ നിങ്ങളങ്ങനെ സെലക്ട് ആവുകയാണെങ്കിൽ അത് ഈസി ടാസ്ക് അല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, നല്ല ഹവേഴ്സ് വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെ, നമുക്ക് അങ്ങനെ ഭയങ്കര പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫൗണ്ടേഷൻ ലെവലാണെങ്കിൽ ഇനീഷ്യലി നിങ്ങളൊരു ഡെയിലി 2 hours പഠിക്കുക. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കൂട്ടി പോവുക. എക്സാം അടുപ്പിക്കുമ്പോഴേക്ക് ടൈം കുറച്ച് കൂടുതൽ പഠിക്കുക. റെഡിയല്ലേ? അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ക്രാക്ക് ആവും. ഇപ്പോഴത്തെ ഫൗണ്ടേഷൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഫൗണ്ടേഷൻ പാസ്സാവുന്ന ഒരു കുട്ടി എന്തായാലും CA ക്വാളിഫൈ ചെയ്യും.
കാരണം നല്ല ക്വാളിറ്റി ഉണ്ടാവും ആ കുട്ടിക്ക്. അപ്പോൾ അത്രയും രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ട് ഫൗണ്ടേഷൻ പാസ്സാകും. ഫൗണ്ടേഷൻ പാസ്സായി ഓട്ടോമാറ്റിക്കലി ഇൻ്ററും ഫൈനലും പാസ്സായിക്കോളും. റെഡിയല്ലേ? ആ ഒരു ത്വര ഉണ്ടായിരിക്കണം. അല്ലാതെ ഫൗണ്ടേഷൻ പാസ്സായി ഇനി നോക്കേണ്ട, സാറ് പറഞ്ഞ് ഇൻ്ററും ഫൈനലും പാസ്സായി വെറുതെ ഇരിക്കരുത്. ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ബാക്കിയൊക്കെ കണ്ട് കിട്ടിക്കോളും. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഡെയിലി പഠിക്കുക. നിങ്ങൾ ഇന്ന് 5 മണിക്കൂർ പഠിച്ച് നാളെ ഒന്നും പഠിച്ചില്ല, മറ്റന്നാൾ നിങ്ങൾ ഒരു 8 മണിക്കൂർ പഠിച്ചു, അതിൻ്റെ 8 ഒന്നും പഠിച്ചില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഡെയിലി 2 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ആ 2 മണിക്കൂർ കുറയാതെ നോക്കുക. ഫോൺ കൺട്രോളും ചെയ്യുക. നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സോ സി എ പാസ്സായാലും നിങ്ങൾക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന റെപ്യൂട്ടേഷൻ ഭയങ്കര ബിഗ്ഗാണ്. ഒരു സി എക്കാരൻ എന്ന് പറയുമ്പോൾ ആൾക്കാരൊരു ബുദ്ധിജീവി പോലാണ് കാണുന്നത്. ഈ കണക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്നൊരു വ്യക്തി ആ രീതിയിലാണ് കാണുന്നത്. അത്ര ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഒരു സൊസൈറ്റി ഒരു റെസ്പെക്റ്റ് തരും, നല്ല പേയ്മെൻറ്റും കിട്ടും. അടിയല്ലേ? കാരണം നിങ്ങൾ നല്ല കഷ്ടപ്പെട്ട പാസ്സാകും, നല്ല ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ. നമ്മൾ അത്രയും സിലബസ് അങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടാക്സ് അതൊക്കെ GST ഇൻകം ടാക്സിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡെപ്ത് നോളജ് വരും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ ജേണൽ എൻട്രി ഉണ്ടാക്കാൻ പഠിക്കുക. ജേണൽ എൻട്രി ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസിയാണ് മക്കളെ. ബാക്കിയുള്ള ജേണൽ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പഠിക്കും? ലെഡ്ജർ പഠിക്കും. ജേണൽ ഓക്കെ ആണെങ്കിൽ ലെഡ്ജറിൽ പണിയൊന്നുമില്ല, 2 സൈഡൊക്കെ എഴുതാനുള്ളൂ. അതിന് സിമ്പിൾ സാധനം. ലെഡ്ജർ ഓക്കെ ആയാലും ഓട്ടോമാറ്റിക്കലി ട്രയൽ, പിന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക് ഇങ്ങനെ തന്നെ പിന്നെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വിട്ടാൽ മതി, പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ജേണൽ വ്യക്തമായിട്ട് പഠിക്കുക. അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു ഐറ്റം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ത് കാര്യങ്ങളാണ് ബിസിനസ് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അവർക്ക് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, എത്ര ഇൻകം ഉണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് ഒരു ബിസിനസ് ജനങ്ങളോട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ഡെയിലി ഇതുമായി ബന്ധപ്പെട്ട് പല ആക്ടിവിറ്റി നടക്കും. അപ്പോൾ നമുക്ക് ഡെയിലി അസറ്റ് കൂടിയോ കുറഞ്ഞോ, ലാബിലിറ്റി കൂടിയോ കുറഞ്ഞോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇത് എഴുതി വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ജേണൽ. അപ്പോൾ ജേണലിൽ 2 പാർട്ടാണ്. ജേണൽ എന്താണ്? മേൽഭാഗം ഡെബിറ്റ്, താഴ്ഭാഗം ക്രെഡിറ്റ്. റെഡിയല്ലേ? അപ്പോൾ ഇത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ അതിനൊക്കെ എന്തുണ്ട്? റൂളുണ്ട്. ആ റൂള് നോക്കിയാൽ മതി നിങ്ങൾ. റെഡിയല്ലേ? അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. അതെങ്ങനെ പറ്റും? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രാൻസാക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് തരും. റെഡി? ബിസിനസ് എന്തെങ്കിലും ചെയ്തത് പറയും. ബിസിനസ് എന്ത് ചെയ്തു, അത് ചെയ്തു എന്ന് പറയും. റെഡി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിഷനറി വേജസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ വേജസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വേജസ് പെയ്ഡ് പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണ്? വേജസ് പെയ്ഡ്, പേയ്മെൻറ്റ്. ഓക്കെ, പേയ്മെൻറ്റ്. ഇനി അടുത്തത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് ആണെങ്കിൽ എന്തിനേ ചാൻസ് ഉള്ളൂ? അസറ്റിനോ എക്സ്പെൻസിനോ ചാൻസ് ഉള്ളൂ. ഇനി നോക്കാം, വേജസ് കൊടുത്തു. അപ്പോൾ അയാൾ എന്തോ പണിയെടുത്തിട്ടാണ് കൂലി കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ കൂലി കൊടുത്തു, അപ്പോൾ അത് ബെനിഫിറ്റ് കിട്ടി. അപ്പോൾ അതെന്താണ്? എക്സ്പെൻസ്. വേജസ് പെയ്ഡ് എക്സ്പെൻസ്. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഇനി അടുത്തത് റിസീവ്ഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിസീവ്ഡ് കമ്മീഷൻ, എന്തെങ്കിലും റിസീവ്ഡ് ഇൻട്രസ്റ്റ് എടുക്കാം. റിസീവ്ഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ? റിസീവ്ഡ് അല്ലേ? അപ്പോൾ റെസിപ്റ്റ്. ഓക്കെ. ഇനി ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലേ? റിസീവ്ഡ് കമ്മീഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തില്ലെങ്കിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. അഡ്വാൻസ് പറഞ്ഞില്ല, അപ്പോൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് ഇൻകമാണ്. ബെനിഫിറ്റ് ഓൾറെഡി ട്രാൻസ്ഫർഡ് ഇൻകം. ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ. പർച്ചേസ് ടേബിൾ വാങ്ങിയ ഫർണിച്ചർ എന്നാണ് പറയുക. പർച്ചേസ്ഡ് ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ വാങ്ങി. ഓക്കെ, ഫർണിച്ചർ വാങ്ങി. പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ്? ഫർണിച്ചർ വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം. അപ്പോൾ പേയ്മെൻറ്റ് ആകുമ്പോൾ ഒന്നിക്ക് അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ്. ഏതായിരിക്കും? അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ? പൈസ കൊടുത്തു. എന്തിനാണ് പൈസ കൊടുത്തത്? ഫർണിച്ചർ വാങ്ങാൻ പൈസ കൊടുത്തു. ബെനിഫിറ്റ് കിട്ടിയോ? ഇല്ല. അത് ഉപയോഗിച്ചാലേ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കണം. അപ്പോൾ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്, അസറ്റാണ്. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഇങ്ങനെ മനസ്സിലാക്കിയാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ അസറ്റ്, ലാബിലിറ്റി. ഇപ്പോൾ ലോൺ എടുത്തു. ലോൺ ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ക്യാഷ് കിട്ടി. ലോൺ എടുക്കുമ്പോൾ ക്യാഷ് കിട്ടി. റെസിപ്റ്റാണ്. അപ്പോൾ ലാബിലിറ്റിയോ ഇൻകം ആയിരിക്കും. ലാബിലിറ്റി ആണോ ഇൻകം ആണ്? അപ്പോൾ ലോൺ എടുത്തു. ഈ ലോണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ലോൺ ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടയ്ക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടയ്ക്കും. അത് ചെയ്തോ? ഇല്ല, അത് ചെയ്തില്ല. അപ്പോൾ ലോൺ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ലാബിലിറ്റിയാണ്. ഏതുവരെ ലാബിലിറ്റി? നിങ്ങളത് തിരിച്ചടയ്ക്കുന്നത് വരെ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ AAAയിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഫീസ് ഞാൻ AAA, നിങ്ങൾ ഫീസ് എനിക്ക് അടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞു,
ഇപ്പോൾ നിങ്ങളിപ്പോൾ അടച്ച ഫീസില്ലേ, ഇപ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തന്നു, ഞാൻ നിങ്ങളടുത്ത് വാങ്ങി, റെഡി? അപ്പോൾ നിങ്ങളെ പൈസ എൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞേ, നിങ്ങൾക്കത് നിങ്ങളുടെ ആംഗിളാണ് ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ ആംഗിൾ പറയും. നിങ്ങൾക്കത് പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ? കറക്റ്റ്, നിങ്ങൾക്കത് എന്താണ്? പേയ്മെൻ്റ് ആണ്. ഓക്കെ, പേയ്മെൻ്റ് ആണ്. ഇനി പറഞ്ഞേ, പേയ്മെൻ്റ് ആണെങ്കിൽ എന്തിനാ ചാൻസ് ഉള്ളത്? അസറ്റിന് എക്സ്പെൻസ്. നിങ്ങൾക്ക് അത് അസറ്റാണോ എക്സ്പെൻസ് ആണോ? മക്കൾ, എന്തിനാണ് നിങ്ങളിപ്പോൾ AAAയിലേക്ക് പേയ്മെൻറ്റ് തന്നത്? ക്ലാസ് കിട്ടാൻ. ക്ലാസ് കിട്ടിയോ? ഇല്ല. പേയ്മെൻറ്റ് തന്ന ഉടനെ ക്ലാസ് കിട്ടിയോ? ഇല്ല. ക്ലാസ് നിങ്ങൾക്ക് പിന്നെ കിട്ടുള്ളൂ, കോച്ചിങ് പിന്നെ കിട്ടുള്ളൂ. ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് അതെന്താണ്? അസറ്റാണ്. ഏത് വരെ അസറ്റ്? റെഡി? ഏത് വരെ അസറ്റ്? നിങ്ങൾക്ക് അത് ക്ലാസ് കിട്ടിത്തീരുന്നു, നിങ്ങളെ ബാച്ച് തീരുന്നത് വരെ അസറ്റ്. ബാച്ച് തീർന്നാൽ നിങ്ങൾക്ക് അതെന്തായി? എക്സ്പെൻസ് ആയി. ഇപ്പോൾ നിങ്ങൾ അതെന്ത് പറയും? പ്രീപെയ്ഡ് ഫീ എന്ന് പറയും. റെഡി? ഇനി ബാച്ച് തീർന്നാൽ അത് ഫീ പെയ്ഡായി, എക്സ്പെൻസ് ആയി. ഇനി അടുത്തത് എൻ്റെ ആംഗിൾ, ഞാൻ AAA ആണ്, എൻ്റെ ആംഗിൾ ചിന്തിച്ചത്. നിങ്ങൾ എനിക്ക് ഫീസ് തന്നു, എനിക്കത് റെസിപ്റ്റാണ്. റെസിപ്റ്റാണ്. അപ്പോൾ റെസിപ്റ്റ് ആകുമ്പോൾ എനിക്കത് ലാബിലിറ്റി ഇൻകാവും. ഇപ്പോൾ എന്താണ് ഇത്? ഇപ്പോൾ റെസിപ്റ്റ് അല്ലേ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോച്ചിങ് തന്നിട്ടില്ല, അപ്പോൾ എനിക്കിപ്പോൾ ലാബിലിറ്റിയാണ്. ഫീസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നിങ്ങളെ ബാച്ച് തീർന്നാൽ എനിക്കത് ഇൻകാവും, ഫീസ് റിസീവ്ഡ് ആവും. ഇപ്പോൾ നിങ്ങൾ കഴിക്കാൻ വന്നു, ഞാൻ ഇവിടെ ഹോട്ടൽ അടുത്താണ്, ഞാൻ പറഞ്ഞു ഫുഡ് വേണമെങ്കിൽ കൂപ്പൺ എടുക്കണം ആദ്യം. അപ്പോൾ നിങ്ങൾ കൂപ്പൺ എടുത്തു, ബിരിയാണി 150 റുപ്യൻ്റെ പൈസ തന്നു, ഞാൻ നിങ്ങൾക്ക് കൂപ്പൺ തന്നു. ഇപ്പോൾ നിങ്ങൾ ചിലവാക്കിയ 150 ഇല്ലേ, അത് നിങ്ങൾക്ക് അസറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് അസറ്റാണ്. ഏത് വരെ അസറ്റ്? നിങ്ങൾ ആ ബിരിയാണി തിന്നു തീരുന്നത് വരെ. ബിരിയാണി തിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ 150ൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ലേ? അപ്പോൾ അത് ഒരു അസറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും? എക്സ്പെൻസ് ആയിട്ട് മാറും. മക്കൾ, ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഇനി അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് നമുക്ക് മനസ്സിലായാൽ പിന്നെ ജേണൽ എൻട്രി ഈസിയാണ്. ജേണൽ എൻട്രി ഈസി ആയാൽ ബാക്കിയൊക്കെ ഈസിയാണ്. ജേണൽ എൻട്രി പിന്നെ നമ്മൾ അനലിറ്റിക്കൽ സ്കില്ല് യൂസ് ചെയ്യേണ്ടത് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. റെഡി? യെസ് ഓർ നോ? ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റൂൾ അപ്ലൈ ചെയ്താൽ മതി. എന്താ റൂള്? നമുക്ക് 2 റൂളുണ്ട്, ട്രഡീഷണൽ റൂളുണ്ട്, മോഡേൺ റൂള്. നമ്മൾ പ്രാക്ടിക്കലി ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് മോഡേൺ റൂളാണ്. മോഡേൺ റൂൾ എന്താ പറയുന്നത്? മോഡേൺ റൂള് പറയുന്നത് അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. സാറേ, എന്താ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രിയിൽ മേളിൽ എഴുതുക, അതാണ് ഡെബിറ്റ്. അസറ്റും എക്സ്പെൻസും കുറഞ്ഞാൽ എന്ത് ചെയ്യണം? താഴെ എഴുതണം, ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെ എഴുതുക. ലാബിലിറ്റി, ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, അപ്പോൾ താഴെ എഴുതുക. ജേണൽ എൻട്രിക്ക് 2 ഭാഗം, മേൽഭാഗം താഴ്ഭാഗം. ലാബിലിറ്റി, ഇൻകം കുറഞ്ഞാൽ മേളിൽ എഴുതുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ മക്കളെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. സാറേ, എൻ്റെ കൊണ്ട് ഇത് പറ്റുമോ, എൻ്റെ കൊണ്ട് നടക്കുമോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. മക്കളെ, നിങ്ങളെക്കാളും ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഇത് പാസ്സാവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വാക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് നോക്ക്. അവരൊക്കെ നിങ്ങളെക്കാളും ബിലോ ആവറേജാണ്. അവരൊക്കെ ക്വാളിഫൈ ചെയ്തില്ലേ? വൈ? ഇതിന് വേണ്ടത് ബുദ്ധിയല്ല മക്കളെ, അത് ഒരു വെറും തെറ്റിദ്ധാരണയാണ്. ഇതിന് വേണ്ട ബുദ്ധിയല്ല, കൺസിസ്റ്റൻസി. സാറേ, എനിക്ക് +2 99.99 ആണ്, ഞാൻ CA പാസ്സാവോ? പറയാൻ പറ്റില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ പാസ്സാവുള്ളൂ. റെഡിയല്ലേ? സാറേ, എനിക്ക് ജസ്റ്റ് 50% ആണ് +2 പാസ്സാവോ? പറയാൻ പറ്റില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും. ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഞങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുമോ, നിങ്ങളിത് പാസ്സാവും, ഒരു ഡൗട്ടും വേണം. സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഇതെനിക്ക് മനസ്സിലാവും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഡ്യൂട്ടി ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് തരും, അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ ബുദ്ധി ഉപയോഗിച്ച് കുറേ കണ്ടെത്തി റിസർച്ച് ചെയ്ത് അങ്ങനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ കോഴ്സൊന്നും അങ്ങനെ പഠിക്കേണ്ട സാധനങ്ങളല്ല. നിങ്ങൾ സ്വന്തമായിട്ടൊരു ഇത് കണ്ടെത്തി, ഒരു പ്രസൻറ്റേഷൻ നടത്തി, നിങ്ങൾ തന്നെ കുറേ ഫൈൻഡിങ്സ് നടത്തി റിസർച്ച്, അങ്ങനെയൊന്നും വേണ്ട. ഒരു വർക്ക് ബുക്ക് തരും, അതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ചെയ്യും, കുറച്ച് നിങ്ങൾക്ക് ഹോംവർക്ക് വരും. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം വരെ നിങ്ങൾ മറക്കാതിരിക്കുക, നിങ്ങൾ പാസ്സാവും. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനങ്ങൾ എക്സാം വരെ മറക്കാതെ കൊണ്ടുപോകുക, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിനെന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ റിവേഴ്സ് ചെയ്യും. ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച സാധനം ഇന്ന് ഓർമ്മ ഉണ്ടാവും, നാളെ ഓർമ്മ ഉണ്ടാവും, മറ്റന്നാളാകുമ്പോൾ മറന്നു. അപ്പോൾ മറ്റന്നാൾ ഒന്നും കൂടെ ഇതൊന്ന് റിവേഴ്സ് ചെയ്യുക, ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്നും റിവേഴ്സ് ചെയ്യുക. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക, എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം വരെ ഇത് മെമ്മറി തന്നെ നിലനിർത്തിയിരിക്കുക, നിങ്ങൾ പാസ്സായി. ഇത് പറയുന്ന അത്ര ഈസി സാധനങ്ങളല്ല, അത് ഒരു ഡിസിപ്ലിനോട് ചെയ്യേണ്ട സാധനമാണ്. സാറേ, പിന്നെ എന്താ എല്ലാവരും CA ടഫാണെന്ന് പറയുന്നത്? എടാ, ഇതെന്താ വെച്ചാൽ CAയിലുള്ള പ്രശ്നം എന്താ പറയുക, പഠിക്കാനുള്ള സാധനം ഭയങ്കര ടൈറ്റ് അല്ല,
CAയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് കൂടുതലാണ്, പഠിക്കാനുള്ള വോളിയം കൂടുതലാണ്. അപ്പോൾ ആദ്യം പഠിപ്പിച്ചത് അവസാനമാകുമ്പോഴത്തേക്ക് മറന്നു പോകും. അതാണ് CAയിലുള്ള പ്രശ്നം, മറന്നു പോകും. മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്യണം. വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്യാം. പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റിവേഴ്സ് ചെയ്ത് പോകുന്ന ഏതൊരു കുട്ടിക്കും പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CA CMA പോലത്തെ പ്രൊഫഷണൽ കോഴ്സ്. ഒരു ഡൗട്ടും വേണ്ട. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഓരോന്നും മനസ്സിലാക്കി, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണങ്ങൾ. വെറുതെ നമ്മൾ അതങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയല്ല ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതാണ് എന്ന് പറഞ്ഞു തന്നിട്ടാണ് ചെയ്യണം. അങ്ങനെ ലോജിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നാൽ ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. മനസ്സിലായില്ലേ? ലോജിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നാൽ ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. അങ്ങനെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അസറ്റ് ലയബിലിറ്റി ഇൻകം ഒരു ഐറ്റം കണ്ടാൽ അസറ്റ് ലയബിലിറ്റി ഇൻകം എക്സ്പെൻസ് പറയാൻ പറ്റൂലേ? യെസ് ഓർ നോ? ഓഡിറ്റ് ഫീ എന്താണ് ഇനി പറഞ്ഞത്? നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു സാധനമാണെന്ന് വിചാരിക്കുന്നത്. ഓഡിറ്റ് ഫീ എന്താണ്? ഓഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഫീസ്. ഓഡിറ്റ് ചെയ്തിട്ട് ഒരാൾ നമ്മളെ കണക്കുകളൊക്കെ നോക്കി വന്നിട്ട് കൊടുക്കുന്ന ഫീസ് ഓഡിറ്റ് ഫീ. എന്താണ് ഓഡിറ്റ് ഫീ? പെയ്ഡ് എന്ന് പറഞ്ഞു നിങ്ങളോട്. അത് പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ? പേയ്മെൻ്റ് ആണ് അല്ലേ? പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതെന്താവാനാണ് ചാൻസ്? ഓഡിറ്റ് ഫീ പെയ്ഡ്, പേയ്മെൻ്റ് ആണ്. ഓഡിറ്റ് ഫീ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ബെനിഫിറ്റ് കിട്ടിയിട്ട് കൊടുക്കുന്നതാണ്. എക്സ്പെൻസ് റെഡി? അപ്പോൾ ഇതിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ട്? ഓഡിറ്റ് ഫീ പെയ്ഡ് ഉണ്ട്, ഒന്ന് ഓഡിറ്റ് ഫീ ഉണ്ട്, ഒന്ന് എന്താണ് പെയ്ഡ് ക്യാഷും ഉണ്ട്. ഓഡിറ്റ് ഫീ എക്സ്പെൻസ് ആണ്. അപ്പോൾ പുതിയ എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റെഡി? ക്യാഷ് എന്താണ്? അസറ്റാണ്. ക്യാഷ് അസറ്റാണ്. വൈ ക്യാഷ് അസറ്റ്? ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? ക്യാഷ് എന്താണ്? അസറ്റാണ്. ബെനിഫിറ്റ് ടു ബി റിസീവ്. റെഡി അല്ലേ? അപ്പോൾ ക്യാഷ് അസറ്റാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. ക്ലിയർ അല്ലേ? ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ക്ലാസിഫൈ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും ആലോചിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? മക്കളെ ഈ പറഞ്ഞതൊക്കെ ഇനീഷ്യൽ ക്ലാസിഫിക്കേഷനാണ്. ഒരു ബിസിനസ്സിലെ ഒരു ഐറ്റം ആദ്യമായിട്ട് വരുമ്പോൾ ഇനീഷ്യൽ റെക്കഗ്നിഷന് വേണ്ടിയാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്. സബ്സിക്വൻറ്റ് റെക്കഗ്നിഷൻ ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ മിഷനറി വാങ്ങി, എന്താണ് ജേണൽ എൻട്രി എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല ഒരു മിഷനറി ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ബിസിനസ്സിലേക്ക് ഒരു ഐറ്റം ആദ്യമായിട്ട് വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. മിഷനറി വിറ്റു എന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്തത്. കാരണം മിഷനറി ഓൾറെഡി നിങ്ങൾ അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ വിൽക്കുമ്പോൾ വീണ്ടും മിഷനറി എന്താ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ്സിലേക്ക് ഒരു ഐറ്റം ആദ്യമായിട്ട് വരുമ്പോഴല്ലേ ഇത് എന്താ നോക്കേണ്ടത്. വൺസ് ഇത് എന്താണെന്ന് ക്ലാസിഫൈ ചെയ്താൽ പിന്നെ റീക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ ഡിസ്കഷൻ നടത്തിയത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാണ്. നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ട് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത്? എൻ്റെ കൊണ്ട് പറ്റുമോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഇതിന് പ്രശ്നമല്ല. നിങ്ങൾ ക്ലാസ്സിൽ ഭയങ്കര വീക്കാണ് സാറേ, അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അതൊന്നും ഇതിന് ബാധകമല്ല. ഇനി നിങ്ങൾ പഠിക്കുമോ? ഇനി പഠിക്കാൻ റെഡിയാണോ? നമ്മൾ പറയുന്ന പോലെ ചെയ്യാൻ റെഡിയാണോ? ധൈര്യമായിട്ട് എടുത്തോ, ഒരു പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ പാസ്സാവും. ഞാൻ പറഞ്ഞു, അതിൽ വില്ലനാവല് ഫോണാണ്. നമ്മൾ പറയുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും തടയുന്ന ആളെന്ന് പറയുന്നത് ഫോണാണ്. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ച് റൂമിലോ വീട്ടിലോ എത്തുമ്പോൾ ഈ ഫോൺ എടുക്കും. ഫോൺ എടുത്താൽ പോയി. പിന്നെ രാത്രി 10:30-11 മണിയാകുമ്പോൾ നോക്കിയാൽ മതി, അന്നത്തെ ദിവസം പോയി. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റുമോ? സാറേ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെ ജീവിക്കും? മക്കളെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ജീവിതകാലം മൊത്തം കൺട്രോൾ ചെയ്യണമെന്നല്ല, എക്സാമിൻ്റെ ഒരു മൊമെൻറ്റിലേക്ക് മാത്രം. ഇത് പാസ്സായി കഴിഞ്ഞാൽ മാസങ്ങൾ ഇങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നല്ല ഒരു വരുമാനം ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കൽ ഭാവിയിൽ നിങ്ങളെ ഇൻകം അനുസരിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ ഡെയിലി നടന്ന് 5 കിലോമീറ്റർ പോയിട്ട് വേണോ ജോബിന് പോകണം, അല്ലെങ്കിൽ ബൈക്കിന് പോകണം, ബസ്സിന് പോകണം, ഇതൊക്കെ നിങ്ങൾ ഇൻകം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസം 5000 കിട്ടുന്നവന് നടന്നു പോകേണ്ടി വരും. കാരണം അവന് ബസ്സിന് പോയാൽ ചിലപ്പോൾ മുതലാവില്ല ജോലിക്ക് പോകണം. മാസം 15000 കിട്ടുന്നവന് എന്ത് ചെയ്യണം? ബസ്സിന് പോകേണ്ടി വരും. ബൈക്കിന് പോയാൽ അവന് മുതലാവില്ല. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? മാസം ഒരു 2 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൽ പോയി വരാം. അപ്പോൾ നിങ്ങളെ ഭാവിയിലെ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്നത് നിങ്ങളെ ഇൻകമാണ്. അപ്പോൾ ആ നല്ല ഇൻകം കിട്ടണം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്ത് തരാം, CA പാസ്സായിട്ട് നിങ്ങൾക്ക് പണിയില്ലാത്തൊരവസ്ഥ വരില്ല. അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പണിയാക്കി തരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പണി ഇല്ല എന്നുള്ള ഒരു പ്രശ്നം. CA ക്വാളിഫൈ ചെയ്തോ,
നിങ്ങൾക്ക് എന്തായാലും CA ക്വാളിഫൈ ചെയ്താൽ തന്നെ ഇൻ്റർ പാസ്സായാൽ തന്നെ നല്ല ജോബ് കിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ അടിച്ചോലിക്ക് ഇതൊരു സഹായകമാവട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതൊരു ബ്രിഡ്ജ്, ഇതൊരു പാലാണ് നിങ്ങളെ പ്ലസ് ടുവിൽ നിന്ന് ഫൗണ്ടേഷനിലേക്ക്. റെഡി? അപ്പോൾ ഇത് അങ്ങനെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. എങ്ങനെ ആയെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾ CA ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് ബ്രാഞ്ചിലോ ട്രിവാൻഡ്രം ബ്രാഞ്ചിലോ ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ല, കൊച്ചി ബ്രാഞ്ചിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതിൽ നിന്നെക്കാളും അടിപൊളിയായിട്ടുള്ള വേറൊരു സാറുണ്ട്, ഇതിനേക്കാളും നല്ല രീതിയിൽ പറയുന്ന ആദർശ് CA ആദർശ് സാറിൻ്റെ സാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.